മാർക്കും യാതൊരു പ്രതിവാദവും ഇല്ല എന്നവിടെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. യഹൂദന് ന്യായപ്രമാണം ലഭിച്ചവരാണ്. ന്യായപ്രമാണം ലഭിച്ചിട്ടുണ്ടെങ്കിലും ജാതികളെ പോലെ അവർ ചെയ്യുന്ന അതേ അകൃത്യങ്ങൾ, അതേ പാപങ്ങൾ അവർ ചെയ്തുകൊണ്ട് അവർക്കും പ്രതിവാദമില്ലാതെ ദൈവസേനയിൽ അവരും അനീതിയുള്ളവരാണ്, പാപമുള്ളവരാണ് എന്നാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ആ 2-ാമത്തെ അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: എന്നാൽ യഹൂദൻ എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം. ഈ റോമർക്കെഴുതിയ ലേഖനം നമ്മൾ മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എഴുതുന്ന ഒരു ശൈലിയുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, പൗലോസ് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുള്ള ഉത്തരങ്ങൾ പൗലോസ് തന്നെ പറയുന്നു. പക്ഷേ പൗലോസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ യഹൂദൻ ചോദിക്കുന്ന ചോദ്യമായിരിക്കാം, സഭയിലുള്ള മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യമായിരിക്കാം. അത് പൗലോസ് ചോദിച്ചുകൊണ്ട് അതിനുള്ള വിവരണങ്ങൾ അവിടെ കൊടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പറയുന്നത് ഒരുപക്ഷെ യഹൂദനെക്കുറിച്ച് 25-ാം വാക്യം തുടങ്ങി, 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം തുടങ്ങി പറയുമ്പോൾ യഹൂദനെക്കുറിച്ച് ചില വിശേഷതകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവർ വിധിക്കുകയില്ലയോ? ഇങ്ങനെ ഒരു കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം യഹൂദന് ലഭിച്ചിട്ടുണ്ടെങ്കിലും ന്യായപ്രമാണം ലഭിക്കാത്ത യവനന്മാർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അവരനുസരിച്ച് അവർ നടന്നിട്ടുണ്ടെങ്കിൽ അവരും എന്തായിത്തീരുകയാണ്? പരിച്ഛേദനക്കാരായി, സ്വഭാവത്തിൽ പരിച്ഛേദനക്കാരായി മാറുകയാണ്. അതുകൊണ്ട് യഹൂദനും യവനനും വലിയ വ്യത്യാസമൊന്നും ഇല്ല, എല്ലാവരും ദൈവസേനയിൽ തുല്യമാണെന്നാണ് അവിടെ സ്ഥാപിച്ചത്. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ ഈ യഹൂദൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയാണ് 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്താണ്? എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അങ്ങനെയാണെങ്കിൽ യഹൂദന് ഒരു വിശേഷതയും ഇല്ലേ? ഞങ്ങളും യവന്മാരെ പോലെ ആണെങ്കിൽ നമുക്കൊരു വിശേഷതയും അവിടെ ഇല്ലേ? അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? ഞങ്ങൾ പരിച്ഛേദന ഏറ്റവരല്ലേ, ആ പരിച്ഛേദന കൊണ്ടെന്തെങ്കിലും ഒരു പ്രയോജനവും ഇല്ലേ എന്ന് യഹൂദൻ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിക്കുമായിരിക്കാം. അതിനുള്ള ഉത്തരമാണ് മുമ്പോട്ട് പറയുന്നത്. ആ 3-ാമത്തെ അധ്യായം നമുക്കൊരു 5-6 ഭാഗമായിട്ടാണ്, അവിടെ 5-6 കൂട്ടം കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യഹൂദൻ്റെ വിശേഷത എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. 1-ാം വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ യഹൂദൻ്റെ വിശേഷതകൾ, പ്രിവിലേജസ് ഓഫ് ജ്യൂസ്, യഹൂദൻ്റെ വിശേഷതകൾ എന്താണെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യഹൂദനും വിശേഷത ഉണ്ടെങ്കിലും ആ യഹൂദനും പാപിയാണെന്നുള്ളത് അവിടെ സ്ഥാപിക്കുന്നത് കാണുവാൻ കഴിയും. യഹൂദനും പാപിയാണ് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതിൻ്റെ 10 മുതൽ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ യഹൂദൻ്റെ ന്യായപ്രമാണം അല്ലെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ധരണികൾ എടുത്തുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും പാപികളാണെന്ന് പൗലോസ് അവിടെ സ്ഥാപിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10-ാം വാക്യം തുടങ്ങി 18-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 19-ഉം 20-ഉം വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഒരു മനുഷ്യനും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നവിടെ സ്ഥാപിക്കുന്ന കാര്യമാണ് അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 20 മുതൽ 26 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി മൂലം ഒരു നീതീകരണം ഉണ്ടാകുന്നില്ല എങ്കിൽ യേശുക്രിസ്തു മൂലം ഒരു നീതീകരണമുണ്ട് എന്നവിടെ പറഞ്ഞവിടെ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. യേശുക്രിസ്തു മൂലമുള്ള നീതീകരണത്തെക്കുറിച്ച് 20-ാം വാക്യം തുടങ്ങി 26-ാമത്തെ വാക്യം വരെ യേശുക്രിസ്തു മൂലമുള്ള നീതീകരണത്തെക്കുറിച്ച് പൗലോസ് അവിടെ പറയുന്നു. അതിൻ്റെ 27-ാം വാക്യം തുടങ്ങി 31-ാമത്തെ വാക്യം വരെ വരുമ്പോൾ ന്യായപ്രമാണം നമ്മളെ നീതീകരിക്കാത്തതുകൊണ്ട്, പ്രവർത്തികളാൽ നമുക്ക് നീതീകരിക്കപ്പെടാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ആർക്കും പ്രശംസിപ്പാൻ ഒന്നും ഇല്ല. അത് യവനനാണെങ്കിലും ശരി യഹൂദനാണെങ്കിലും ശരി ആർക്കും പ്രശംസിപ്പാൻ ഒന്നും ഇല്ല. വിശ്വാസത്താലുള്ള നീതീകരണം അല്ലാതെ വേറൊന്നും സംഭവിക്കുകയില്ല എന്ന്, പ്രവർത്തികളാൽ ഒരു നീതീകരണം ഉണ്ടാകുകയില്ല എന്ന് അവസാനം പറഞ്ഞ് ന്യായപ്രമാണം അതുകൊണ്ട് എന്തായില്ല? ന്യായപ്രമാണം നല്ലിഫൈ ആയില്ല, അതില്ലാതെ പോയില്ല. ഈ എല്ലാ വാക്യങ്ങളും എടുത്ത് അവസാനം ന്യായപ്രമാണത്തെ ഉറപ്പിച്ചുകൊണ്ട് പൗലോസ് അവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 3-ാമത്തെ അധ്യായത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം. അപ്പോൾ ഒരുപക്ഷെ യഹൂദൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്തയാണ്, ഞങ്ങൾ എല്ലാവരും ഒന്നാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ വിശേഷത, ഞങ്ങൾ പരിച്ഛേദന ഏറ്റവരല്ലേ, അന്നേരം ആ പരിച്ഛേദന കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പൗലോസ് തന്നെ അതിനുള്ള ഉത്തരം പറയുക. എന്താണ്? സകല വിധത്തിനും വളരെ
ഉണ്ട്. യഹൂദന് പ്രയോജനങ്ങൾ അല്ലെ വിശേഷത വളരെ ഉണ്ട് എല്ലാ വിധത്തിൽ നോക്കിയാലും. അതിൻ്റെ ഒന്നാമത്തെ കാര്യം അതിൻ്റെ മുമ്പോട്ടുള്ള ഭാഗത്തേക്ക് പറയും. എന്താണ്? ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവം ഒരു ജനത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് ഡയറക്റ്റായിട്ട് കൊടുത്തത്? യഹൂദനാണ് ദൈവം കൊടുത്തത്. യഹൂദനെ പോലെ വേർതിരിക്കപ്പെട്ട ഒരു ജാതി ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്കതിൻ്റെ ഇനിയൊരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ വായിക്കാൻ കഴിയും. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം തന്നെ, റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 24 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. ഞാൻ എല്ലാ ഭാഗങ്ങളും ഞാൻ അതിൻ്റെ ടച്ച് ചെയ്യുന്നില്ല. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എല്ലാ വാക്യവും വേണ്ട. ഞാൻ അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഓക്കെ, ഒന്ന് 13 തുടങ്ങി ഒന്ന് വായിച്ചേ. 13 തുടങ്ങി ഒന്ന് വായിച്ചേ. ഓക്കെ അത് മതി. നോക്കാം, നമുക്ക് 17-ാമത്തെ വാക്യം തുടങ്ങി. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കാം. ഇത് ആരോട് പറയാണ്? ജാതികളോട് പറയാം. ജാതികളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വന്ന വ്യക്തികളോടാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ യഹൂദൻ എന്താ വിശേഷത എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. യഹൂദന് എന്താ വിശേഷത? ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ യഹൂദനെ വിശേഷിപ്പിക്കുന്നത് ഇവർ നാട്ടൊലിവാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. യഹൂദൻ ആരാണ്? നാട്ടൊലിവാണ്. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന യഹൂദരിലേക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന നമ്മളാരാണ്? കാട്ടൊലിവിൽ നിന്ന് എടുത്ത കൊമ്പുകളെ നാട്ടൊലിവിൽ ഒട്ടിച്ചു ചേർത്തത്. അപ്പോൾ നമ്മളെക്കാളും ഒരു സ്റ്റെപ്പ് അവരാരാണ്? മുമ്പോട്ട് തന്നെയാണ് യഹൂദന്മാർ. അവർ നാട്ടൊലിവാണ്. യഹൂദന് വിശേഷത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യഹൂദന് വിശേഷത ഉണ്ട്. എന്തിനാണ്? അവർ നാട്ടൊലിവായതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. അതാണ് ജാതികളോട് പറയുന്നത്. കൊമ്പിന് പ്രശംസിപ്പാനൊന്നും ഇല്ല, വേരാണ് ഈ കൊമ്പിനെ ചുമക്കുന്നത്. അതുകൊണ്ട് കൊമ്പ് വേരിൽ പ്രശംസിക്കണം എന്നല്ലാതെ കൊമ്പിൽ തന്നെ പ്രശംസിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ വിശേഷത ആർക്കുണ്ട്? യഹൂദന് വിശേഷത ഉണ്ട്. അവർ നാട്ടൊലിവാണ്. അവർ നാട്ടൊലിവായതുകൊണ്ട് അവർക്ക് വിശേഷത ഉണ്ട്. രണ്ടാമത് അവിടെ പൗലോസ് പറയുന്നത്, അവിടെ തന്നെ പറയുന്ന കാര്യം, ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇവർ നാട്ടൊലിവാണ്. ദൈവത്തിൻ്റെ എല്ലാ അരുളപ്പാടുകളും ന്യായപ്രമാണവും കൽപ്പനയും നേരിട്ട് ദൈവം തന്നെ രേഖപ്പെടുത്തി കൊടുത്ത കൽപ്പനകളും ആർക്കാണ് ഏൽപ്പിച്ചത്? യഹൂദനാണ് ഏൽപ്പിച്ചത്. ന്യായപ്രമാണം മുഴുവനും ദൈവത്തിൻ്റെ വാക്കുകൾ അതേപോലെ ഏൽപ്പിച്ചു കൊടുത്തത് യഹൂദനായതുകൊണ്ട് ഈ യഹൂദനൊരു വിശേഷത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പോട്ടുള്ള ഭാഗത്ത് 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. എന്താണ്? ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും വരത്തില്ല. സോ യഹൂദനെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് എന്ത് ചെയ്തു? ദൈവം എടുത്തെങ്കിലും അതിൽ ചിലർ എന്ത് ചെയ്തു? അവിശ്വസിച്ചു. ചിലർ അവിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനൊന്നും നീക്കം ഇല്ല. യഹൂദൻ വിശേഷതയുള്ളവൻ തന്നെയാണ്. യഹൂദൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ട് അവനിലൊരു വിശേഷതയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു വിശേഷതയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ദാവീദിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ശമൂവേലിന് എഴുതിയ 2-ാം പുസ്തകം 2 ശമൂവേൽ 7-ന്റെ 15-ഉം 16-ഉം. കണ്ടോ? അല്ലെങ്കിൽ ദൈവം ഇവിടെ ദാവീദിനോട് പറയുന്നൊരു കാര്യമാണ്. എൻ്റെ ദയ നിങ്ങളിൽ നിന്ന് ഒരിക്കലും എന്തായി പോകത്തില്ല, നീങ്ങിപ്പോകത്തില്ല. നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. എന്നേക്കും നിന്റെ സിംഹാസനം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ദൈവത്തിൻ്റെ നീതിക്ക് അല്ലെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ഒരിക്കലും നീക്കം വരത്തില്ല എന്ന് പറയുന്നതിന് ഞാൻ എടുത്തൊരു ഉദാഹരണമാണത്. അവിടെ എന്താ പറയുന്നത്? ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ. ഈ യഹൂദന്മാരിൽ ചിലർ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അങ്ങനെ വിശ്വസിക്കാതെ പോയതുകൊണ്ട് കർത്താവിനെ പോലെ യഹൂദന്മാരിൽ ചിലർ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അതുകൊണ്ട് എന്തായില്ല? ദൈവത്തിൻ്റെ നീതിക്കോ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനോ ഒരു വ്യത്യാസം വന്നിട്ടില്ല. യഹൂദൻ വിശേഷതയുള്ളവൻ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ആ കാര്യത്തെ അവിടെ പറയുന്നത്.
പക്ഷേ അതിൻ്റെ രണ്ട് ശമൂവേൽ 12:10 ഒന്ന് കടന്നു വന്നേ. 2 ശമൂവേൽ 12:10. കണ്ടോ? ഹല്ലേലൂയ. ദൈവം എന്താ പറയുന്നത്? കർത്താവ് ആദ്യം ദാവീദിനോട് എന്താ പറയുന്നത്? ഞാൻ എൻ്റെ നിയമത്തെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നീതിയെ ഞാൻ ഒരിക്കലും മാറ്റത്തില്ല, നിന്റെ സിംഹാസനം നിന്റെ പക്കൽ നിന്ന് എടുത്ത് കളയത്തുമില്ല എന്ന് പറഞ്ഞിട്ട് ദാവീദ് ഒരു തെറ്റ് ചെയ്തപ്പോൾ എന്തായി? അവിടെ പറയുന്നത്, നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞ് ആ പ്രവൃത്തിക്ക് വിശ്വസിക്കാതെ പോയ, അല്ലെങ്കിൽ ദൈവസേനയിൽ ചെയ്ത ഒരു അവിശ്വസ്തതയ്ക്ക് തക്ക ശിക്ഷ കൊടുത്തുവെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും ഒരു മാറ്റം വന്നില്ല. ഒന്നോ, നിന്റെ സിംഹാസനം ഈ ഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും എടുത്ത് കളയത്തില്ല എന്ന് പറഞ്ഞത് അത് ശാശ്വതമായിട്ടിരുന്നു. നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, ആ ദാവീദിൻ്റെ മുളയിൽ നിന്ന് ജനിച്ചവൻ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ സിംഹാസനം ദാവീദിന് ദൈവം വാഗ്ദത്തം പറഞ്ഞതുപോലെ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഒരു സിംഹാസനമാണ്. ദൈവത്തിൻ്റെ നീതിക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറ്റം വരത്തില്ല. അത് നമ്മളോട് ദൈവം പറയുന്ന വാഗ്ദത്തമാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിലും അതിൽ ഒരിക്കലും ഒരു മാറ്റം വരത്തില്ല. ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, നമ്മുടെ അനീതി കൊണ്ടായിരിക്കാം ചിലപ്പം സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്തെങ്കിലും നിറവേറുന്നില്ല എങ്കിൽ അതെന്തുകൊണ്ടല്ല, ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, ദൈവം തന്നെ വാക്ക് മാറ്റിയത് കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ വന്ന അനീതി കൊണ്ടാണ് ഒരു പക്ഷേ അത് സംഭവിക്കുന്നത്. ദൈവം ചിലർ അവിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നിയമത്തെ ഒരിക്കലും മാറ്റുന്നില്ല. യഹൂദൻ വിശേഷതയുള്ളവൻ തന്നെയാണ്. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും നീക്കം വരത്തില്ല. അത് ഒരു നാളും വരത്തില്ല. അതിന് പൗലോസ് എടുക്കുന്ന ഒരു ഉദ്ധരണി, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിക്കാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. എന്താണ് ഈ ഭാഗം എടുത്തിരിക്കുന്നത്? സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. സങ്കീർത്തനം 51 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 51-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കണ്ടോ, ഞാൻ എടുത്ത ആ റെഫറൻസും ദാവീദിനെ സംബന്ധിച്ച് തന്നെയായിരുന്നു. ദൈവം ദാവീദിനോട് ഒരിക്കലും നിന്റെ സിംഹാസനം നിന്റെ ഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ല എന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. അപ്പോൾ ദാവീദ് ചെയ്ത പാപം എന്താണ്? ഊരിയാവിൻ്റെ ഭാര്യയെ തനിക്ക് ഭാര്യയായിട്ട് ദാവീദ് എടുക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണ് വാൾ എന്ന് പറയുന്ന ഒരു ശാപം ഈ ഗ്രഹത്തിലേക്ക് കടന്നു വന്നത്. നിന്റെ ഗ്രഹം വിട്ട് ഒരിക്കലും വാൾ നീങ്ങി പോകത്തില്ല എന്ന് പറഞ്ഞ് ദൈവം അവിടെ പറയുന്നൊരു കാര്യം നമുക്ക് വരുന്നത്. ഇവിടെ ദാവീദ് പറയുന്നത്, ആ ഒരു തെറ്റ് ചെയ്ത ദാവീദ് അത് കഴിഞ്ഞ് അനുദപിച്ച് ദൈവത്തോട് പറയുകയാണ്, എന്താണ്? നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായോ, വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിനാണ്. ഈ നീ എന്ന് പറയുന്ന ആരാണ്? അവിടെ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. സംസാരിക്കുമ്പോൾ നീ നീതിമാൻ, സംസാരിക്കുമ്പോൾ ദൈവം നീതിമാനായും വിധിക്കുമ്പോൾ ദൈവം നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ ന്യായവിധി ഒരിക്കലും തെറ്റത്തില്ല. ദൈവം ഒരിക്കലും ഭോഷ്ക് പറയുന്ന പോലെ ആകത്തില്ല, അല്ലെങ്കിൽ ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിക്കത്തില്ല. ദാവീദിനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദാവീദ് അവിടെ പറയുന്നത് നീ എന്നോടൊരു വാഗ്ദത്തം ചെയ്തു, പക്ഷെ ഞാൻ തെറ്റിപ്പോയി, ഞാൻ പാപം ചെയ്തു, നിന്നോടാണ് ഞാൻ പാപം ചെയ്തത്, നിനക്കനിഷ്ടമായുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കർത്താവേ, ഈ പാപം ഞാൻ ചെയ്തതുകൊണ്ട് നിന്റെ വിശ്വസതയ്ക്ക് ഒരു നീക്കം വന്നില്ല. നീ എപ്പോഴും നീതിമാനാണ്, നീ എപ്പോഴും വിധിക്കുമ്പോൾ നീ നിർമ്മലനാണ്. ദൈവത്തിന് നിർമ്മലത വിട്ട്, നീതി വിട്ട് ഒരിക്കലും വിധിക്കാൻ കഴിയത്തില്ല, ഒരിക്കലും ദൈവത്തിന് ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷേ ദാവീദിൻ്റെ ഗൃഹത്തിലൊരു വാൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ദാവീദ് തന്നെ ഉത്തരവാദി. ആ വാളിന് ഉത്തരവാദി ദാവീദാണ്. നമ്മളോട് ദൈവം പല വാഗ്ദത്തങ്ങളും പറഞ്ഞു കാണും ഒരിക്കലേ. നമ്മളോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട് നമ്മുടെ ഗ്രഹത്തിൽ വാളാണെങ്കിൽ, നമ്മളോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട് നമ്മുടെ ഗ്രഹത്തിൽ എന്തെങ്കിലും ശാപങ്ങളാണ് ഉള്ളതെങ്കിൽ അതിന് ഉത്തരവാദി ദൈവമല്ല. അത് വരുവാനുള്ള കാരണം നമ്മൾ തന്നെ സൃഷ്ടിച്ചു കൊടുത്തതുകൊണ്ടാണ്. നമ്മൾ അവിശ്വസ്തരാകും തോറും ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട് വരത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ നീതിക്ക് ഒരു കുറവും വരത്തില്ല. ദൈവം എപ്പോഴും നിർമ്മലനാണ്, ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. അതാ അവിടെ പൗലോസ് പറയുന്നത്, എന്താണ്? നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം എപ്പോഴും സത്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കലും മാറ്റം വരത്തില്ല. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്നേ വരും. ഇതാണ് നമ്മളും ദൈവവും തമ്മിലുള്ളൊരു വ്യത്യാസം.
മനുഷ്യന് ദൈവത്തിൻ്റെ നീതിയോട്, ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ഒരിക്കലും അടുത്തിയല്ല കഴിയത്തില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നീതിയേക്കാളും ഒക്കെ വളരെ ഉയരത്തിലുള്ള കാര്യമാണ്, വളരെ ഉയരത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും തൻ്റെ വാക്കുകൾ നീതീകരിക്കപ്പെട്ടവനാണ്. ദൈവം ന്യായവിസ്താരത്തിൽ എപ്പോഴും നിർമ്മലനാണ്. അതുകൊണ്ട് ചിലർ അവിശ്വസിച്ച കാരണം കൊണ്ട് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ, അവരുടെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ നീതിക്ക് ഒരു മാറ്റവും വരത്തില്ല. യഹൂദൻ വിശേഷതയുള്ളവനാണ് എന്നവിടെ പൗലോസ് പറയുന്നു. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ആക്ച്വലി. മൂന്നാമത്തെ ചാപ്റ്റർ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പല പഴയ നിയമത്തിൻ്റെ ഉദ്ധരണികളും എടുത്ത് അവിടെ പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പൗലോസ് എന്താണ് അവിടെ പറയുന്നത്? അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ഇതൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ, അവിടെ 5-ാമത്തെ വാക്യം എന്താ പറയുന്നത്? എന്നാൽ നമ്മുടെ അനീതി, മനുഷ്യൻ്റെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. നമ്മൾ അനീതി കാണിക്കുന്നവർ, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് വന്ന ഒരു ഉദാഹരണം ഇതാണ്. നമ്മൾ 2 ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്ത് വയ്ക്കുക, ഒരു കുപ്പി ഗ്ലാസ് 2 ഗ്ലാസ്സിൽ നമ്മൾ എടുത്ത് വയ്ക്കുക. ഒരു ഗ്ലാസ്സിൽ നല്ല ശുദ്ധിയുള്ള വെള്ളം, ഒരു അല്പം പോലും മലിനമില്ലാത്ത വെള്ളം എടുത്ത് വയ്ക്കുക. ഇനി ഒരു ഗ്ലാസ്സിൽ കണ്ടാൽ ക്ലിയറായിട്ട് തോന്നുന്ന വെള്ളമാണ്, മലിനതയല്ല എന്നാൽ അല്പം മലിനമായിട്ടുള്ള വെള്ളം, കണ്ടാൽ ക്ലിയറായിട്ട് തോന്നുന്ന വെള്ളം. ഇത് രണ്ടും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും നോക്കുമ്പോൾ ഓൾമോസ്റ്റ് രണ്ടും ഒരേപോലെ തന്നെ കാണും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ ഈ മലിനമായിട്ടുള്ള ഗ്ലാസ്സിലേക്ക് കുറച്ച് മണ്ണും കൂടെ നമുക്ക് എടുക്കണം. എന്നിട്ട് അതിന് നമ്മൾ കലക്കാം. നമ്മളതിനെ കലക്കുമ്പോൾ ഇപ്പുറത്ത് ശുദ്ധജലമുള്ള ഗ്ലാസ് നേരത്തെ ഉള്ളതിനേക്കാളും ക്ലിയറായിട്ട് നമുക്ക് തോന്നും, അല്ലേ? രണ്ടും ഒരേപോലെ ആയിരുന്നപ്പോൾ രണ്ടും ഒരേപോലെ നമുക്ക് ഏകദേശം കണ്ടു. പക്ഷേ ഒരു വെള്ളം ശുദ്ധി ഇല്ലായിരുന്നു, അശുദ്ധിയായിരുന്നു. പക്ഷേ കാണുമ്പം രണ്ടും ഒരേപോലെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അശുദ്ധി പിന്നെയും കൂടിയപ്പോൾ, ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ മണ്ണ് നമ്മളിട്ട് ഇളക്കിയപ്പോൾ എന്തായി? കുറച്ചും കൂടെ മണ്ണിട്ട് ഇളക്കിയപ്പോൾ ഇപ്പുറത്ത് ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ഇല്ലേ, ഈ ഗ്ലാസ് നമുക്ക് എങ്ങനെയാണ് പിന്നെയും കാണുന്നത്? നേരത്തെ പോലെ കാണുമോ അതോ അതിനേക്കാളും ശുദ്ധിയുള്ളതായിട്ട് കാണുമോ? അതിനേക്കാളും ശുദ്ധിയുള്ളതായിട്ടേ കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ വെള്ളത്തിൻ്റെ കളറും ഈ വെള്ളത്തിൻ്റെ കളറും കൊണ്ട് നോക്കുമ്പോൾ ഇത് അതിനേക്കാളും ശുദ്ധിയുള്ളതായിട്ട് നമുക്ക് കാണും. ഇതിനെ പിന്നെ നമുക്ക് കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് കുറച്ചും കൂടെ അത് കലക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഗ്ലാസ് അതിനേക്കാളും പിന്നെയും ശുദ്ധിയുള്ളതായി ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്താ പറയുന്നത്? എന്നാൽ നമ്മുടെ അനീതി, മനുഷ്യൻ്റെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവം നീതിമാനാണെന്ന് കൂടുതൽ വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ അതിന് നമുക്ക് ദൈവം നമ്മുടെ പാപം വെച്ചുകൊണ്ട് ദൈവം നീതിമാനാണെന്ന് പ്രൂവ് ചെയ്യുകയല്ല. പക്ഷെ ദൈവത്തിൻ്റെ വിശുദ്ധി അതാണ്. നമ്മൾ പാപികളാകുമ്പോൾ ദൈവത്തിൻ്റെ നീതി കൂടുതലായിട്ട് വെളിപ്പെട്ട് വരികയാണ്. ഈ അധ്യായം ഫുള്ള് പൗലോസ് പറയുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നീതി അധികമായി വെളിപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യമാണെന്ന് തോന്നുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 25, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകും. ഇപ്പം നമുക്ക് 4 കാറ്റഗറീസ് വേണമെങ്കിൽ എടുക്കാം. ഒരു ബോർഡൊക്കെ ഉണ്ടെങ്കിൽ എഴുതി കാണിക്കാൻ പറ്റുമായിരുന്നു. മേളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം, അതിൻ്റെ താഴെ ദൈവത്തിൻ്റെ ഭോഷത്വം, അതിൻ്റെ താഴെ മനുഷ്യൻ്റെ ജ്ഞാനം, അതിൻ്റെ താഴെ മനുഷ്യൻ്റെ ഭോഷത്വം. നോക്കി നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്തെന്ന് മനസ്സിലായോ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. മേളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം, അതിൻ്റെ താഴെ ദൈവത്തിൻ്റെ ഭോഷത്വം, അതിൻ്റെ താഴെ മനുഷ്യൻ്റെ ജ്ഞാനം, അതിൻ്റെ താഴെ മനുഷ്യൻ്റെ ഭോഷത്വം. നോക്കി ഈ കാറ്റഗറി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ താഴെയാണ് ദൈവത്തിൻ്റെ ഭോഷത്വം ഉള്ളത്. ഈ ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ താഴെയാണ് മനുഷ്യൻ്റെ ജ്ഞാനം ഉള്ളത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ താഴെയാണ് മനുഷ്യൻ്റെ ജ്ഞാനമുള്ളത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എത്ര വിശുദ്ധി കാണിച്ചാലും അത് ദൈവത്തിലൊരു അശുദ്ധി ഉണ്ടെങ്കിൽ ദൈവം അശുദ്ധനല്ല. ഒരു പക്ഷേ ദൈവത്തിലൊരു ഭോഷത്വം ഉണ്ടെങ്കിൽ ദൈവം ഒരിക്കലും ഭോഷൻ അല്ല. ഒരു പക്ഷെ ദൈവത്തിലൊരു ഭോഷത്വമോ ഒരു അശുദ്ധിയോ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിമാന്മാരായാലും നമ്മൾ എത്ര ശുദ്ധന്മാരായാലും ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ അത്രയും പോലും നമുക്ക് എത്താൻ പറ്റത്തില്ല.
മനസ്സിലായോ? നമുക്ക് ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ അത്രയും പോലും എത്താൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ താഴെ നമ്മുടെ ജ്ഞാനം നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ ജ്ഞാനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ മേളിലൊന്നും പോകാൻ കഴിയത്തില്ല. നമ്മൾ അത്രയേ ഉള്ളൂ ദൈവസമയം. ഇനി അതിൻ്റെയും താഴെയാണ് നമ്മുടെ ഭോഷത്വം. നമ്മൾ ജ്ഞാനികളാണെന്നോ നമ്മൾ വിശുദ്ധരാണെന്നോ നമുക്ക് ക്ലെയിം ചെയ്യാൻ ഒന്നുമില്ല. ഒരു പക്ഷേ നമ്മൾ വിശുദ്ധരാണെന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ പോലും ദൈവസന്നിധിയിൽ അത് വിശുദ്ധിയായിട്ട് കാണണമെന്ന് ഇല്ല. എന്തിനാ? അത് ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ താഴേ ഉള്ളൂ. അതിൻ്റെ മേളിലൊന്നും എത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ വിശുദ്ധി വരെ നമ്മളൊന്നും എത്തിയിട്ടില്ല. അത് എത്തണമെങ്കിൽ നമുക്കൊരു രൂപാന്തരത്തിൻ്റെ ശരീരമൊക്കെ ലഭിച്ച് അവസാനമേ നമുക്കത് പറ്റത്തുള്ളായിരിക്കാം. അതുവരെ നമുക്ക് ദൈവത്തിൻ്റെ ആ വിശുദ്ധിയുടെ ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പോട്ടുള്ള ഭാഗത്തിൽ പറയുന്ന ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരുത്തരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന കാരണമാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരുത്തരും നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ താഴെ, ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ താഴെ നമ്മുടെ ജ്ഞാനം നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ പ്രവൃത്തി മുഖാന്തരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടം വരെയുമേ എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ദൈവത്തിൻ്റെ നീതിയാണ് കൂടുതൽ ഇങ്ങനെ പ്രകാശിച്ച് കാണുന്നത്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നീതി ഇങ്ങനെ പ്രകാശിച്ച് കൂടുതൽ കാണും. അതാ പൗലോസ് അവിടെ പറയുന്നത്. എന്താണ്? എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ഇപ്പം ഇങ്ങനെ പൗലോസ് വാദിക്കുമ്പോൾ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുക, നമ്മൾ പാപികളായതുകൊണ്ടാണ് ദൈവം നീതിമാനായിട്ട് കൂടുതൽ കാണുന്നത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും. എന്താണെന്ന് ചോദിക്കും? എങ്കിൽ നാം എന്ത് പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? നമ്മുടെ അനീതി വെച്ചിട്ടല്ലേ ദൈവം നീതിമാനായിട്ട് ദൈവം തന്നെ താൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അന്നേരം ദൈവം അനീതിയുള്ളവനല്ലേ? നമ്മൾ പാപം ചെയ്യാൻ വേണ്ടി നമ്മളെ പാപത്തിനെ ഏൽപ്പിച്ച് കൊടുത്തതുപോലെ കൊടുത്തിട്ട് നമ്മുടെ പാപം നിമിത്തം ദൈവം നീതിമാനാണെന്ന് കാണിച്ചിട്ട് ദൈവം നമ്മൾ ചെയ്ത പാപം കൊണ്ട് നമ്മളെ തന്നെ വിധിക്കുകയാണെങ്കിൽ ദൈവം അനീതിയുള്ളവനല്ലേ എന്ന്? ദൈവം അനീതിയുള്ളവൻ അല്ലേ? മാനുഷിക രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. മാനുഷിക രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. ദൈവം അന്നേരം അനീതിയുള്ളവനല്ലേ? നമ്മുടെ പാപം വെച്ചിട്ട് ദൈവം എന്ത് ചെയ്യുക? തന്നെ താൻ നീതിമാനാണെന്ന് വെളിപ്പെടുത്തുക. ചിലരങ്ങനെയാണ്. മറ്റുള്ളവരുടെ കുറവ് കാണിച്ച് ഞാൻ നല്ലവനാണെന്ന് കാണിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ മനുഷ്യരുടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നല്ലവരായിട്ടല്ല, പക്ഷേ അവരെക്കാളും ഞാൻ നല്ലവനല്ലേ? അവരിങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്? അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരെക്കാളും ഇത് നോക്കി, ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ഞാൻ അതിനേക്കാളും നല്ലവനല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ ഇടയിൽ നമ്മൾ ചെയ്യും. നമ്മൾ മാനുഷിക രീതി നോക്കിയിട്ട് ദൈവം ഇങ്ങനെ ചെയ്യുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതാ പൗലോസ് പറയുന്നത്, ഒരു നാളുമില്ല. ദൈവം മനുഷ്യൻ്റെ പാപം വെച്ച് ദൈവം തന്നെ താൻ നീതീകരിക്കുക അതല്ല. അതിന് കാരണം എന്താ? ഞാനിപ്പം പറഞ്ഞത്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, നമ്മൾ എത്രയൊക്കെ നീതീകരിക്കപ്പെട്ടാലും നമുക്ക് ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ മേളിൽ പോലും നമുക്ക് പോകാൻ കഴിയത്തില്ല. ദൈവം അത്ര വിശുദ്ധനാണ്, ദൈവം അത്ര നീതിയുള്ളവനാണ്. നമ്മുടെ നീതിയൊക്കെ ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ അനീതിയുടെയൊക്കെ താഴെയാണ് നമ്മുടെ നീതി നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ലെവലിലേക്ക് ഒരിക്കലും നമുക്ക് കയറി ചെല്ലാൻ കഴിയത്തില്ല. ദൈവം ഒരിക്കലും അനീതി ചെയ്യത്തില്ല. ദൈവം ഒരിക്കലും അനീതി ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് അവിടെ പറയുന്നത്. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? അത് പറഞ്ഞിട്ടാണ് പൗലോസ് പറഞ്ഞത്. ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഇത് പറയാൻ വേറൊരു കാരണം കൊണ്ടുണ്ട്. ശിക്ഷ നടത്തുന്ന ദൈവം അനീതിയുള്ളവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതിന് തുല്യമാണ്? ദൈവദൂഷണം പറയുന്നതിന് തുല്യമാണ്. ദൈവം അനീതിയുള്ളവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം സത്യവാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം അസത്യവാദിയാണെന്ന് നമ്മൾ ഒരു പക്ഷേ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബ്ലാസ്ഫമിയാണ്, ദൈവദൂഷണമാണ്. യേശു കർത്താവിനെ കുറിച്ച് അത് തന്നെയാണ് പറഞ്ഞത്. അവൻ ദൈവദൂഷണം പറഞ്ഞെന്നാണ് പറയുന്നത്. ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് എല്ലാം യഹൂദന്മാർക്ക് പറയാനുണ്ടായിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. അവരെന്ത് പറയുന്നു? ദൈവദൂഷണം പറയുന്നു. അതുകൊണ്ട് അവിടെ പൗലോസ് അവിടെ എടുത്തു പറഞ്ഞു, ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു. മനുഷ്യർ ഇങ്ങനെ ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം അനീതിയുള്ളവനാണെന്നല്ല പറയുന്നത്. മനുഷ്യൻ ഇങ്ങനെ ചോദ്യം ചോദിക്കും. അതിനുത്തരം എന്താണ്? ഒരു നാളുമല്ല. ദൈവം അനീതിയുള്ളവൻ ഒരിക്കലുമല്ല. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ദൈവത്തിന് ഒരിക്കലും അനീതിയോ അവിശ്വസ്തയോ കാണിക്കാൻ കഴിയത്തില്ല. നമ്മൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അല്ലേ? എന്തിനാ കർത്താവ് നീ എന്നോട് ഇങ്ങനെ ചെയ്ത്? ഞാൻ നിനക്ക് അങ്ങനെ ചെയ്തില്ലേ? ഞാൻ നിൻ്റെ നാമത്തിൽ ഇങ്ങനെ ചെയ്തില്ലേ? നമ്മൾ എന്ത് ചെയ്തെന്ന് സത്യം പറഞ്ഞാൽ കർത്താവ് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ഈ ചില പ്രവൃത്തികളൊന്നും ദൈവസന്നിധിയിൽ ഒന്നുമല്ല. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ നീതീകരിച്ചുകൊണ്ട് കർത്താവിനെ ഇങ്ങനെ ചോദിക്കുകയാണ്. കർത്താവിനോട് ചോദിക്കുക, കർത്താവ് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ?
അത് ചോദിക്കാനുള്ള യാതൊരു അവകാശവും നമുക്ക് ഇല്ല. കാരണം ദൈവം അത്ര നീതിമാനാണ്, ദൈവം അത്ര വിശ്വസ്തനാണ്. ആ ദൈവത്തിൻ്റെ നീതി വിട്ട് ഒരിക്കലും ദൈവം ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവിടെ പൗലോസ് പറയുന്നത് ഒരു നാളുമില്ല ദൈവം ഒരിക്കലും എന്തല്ല നീതിയില്ലാത്തവൻ അല്ല. നമ്മുടെ അനീതി വെച്ച് ദൈവം തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയതുപോലെ തോന്നി ദൈവം ഒരു അനീതിയുള്ള ദൈവമല്ല, അവൻ നീതിമാൻ തന്നെയാണ്, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവം അനീതിയുള്ളവനാണെങ്കിൽ ദൈവം ലോകത്തെ വിധിക്കുവാൻ കഴിയുമോ? അനീതിയുള്ളൊരു ദൈവത്തിന് ലോകത്തെ വിധിക്കാൻ കഴിയുമോ? ഇതിനൊരു എക്സാമ്പിൾ, ദൈവവുമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയുടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാൻ വേണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 25. അവിടെ പറയുന്നത് അബ്രഹാം കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. 18:20. ആ കണ്ടോ? അല്ലെ, അവിടെ പറയുന്നത് എന്താ? സോതോമിനെയും ഗോമറയും ദൈവം നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്താ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ ദൈവമേ, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന ദൈവം അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നേ? ദൈവം ഒരിക്കലും അനീതി ചെയ്യുന്ന നീ ഒരു നാളും ഇങ്ങനെ ചെയ്യുന്നതല്ലല്ലോ. ഇത് നമ്മുടെ ഭാഷയിൽ ഒന്ന് എടുത്തു നോക്കിക്കേ. നമ്മൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആ വ്യക്തി അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും നമ്മളോട് വന്ന് പറയുക ഇന്ന ആൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നതല്ലല്ലോ, എന്ത് പറ്റി എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതാണ് അബ്രഹാം ദൈവത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ദൈവം ഒരു നാളും ഇങ്ങനെ ചെയ്യുന്നതല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നേ? ഒരു നാളും ഇങ്ങനെ ചെയ്യുന്നതല്ലല്ലോ, പിന്നെന്താ പറയുന്നത്? നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിക്ക് അത് നിരപ്പാകുന്ന കാര്യമല്ല. ദുഷ്ടനോടുകൂടെ നീതിമാനെ കൊല്ലുന്ന ദൈവത്തിൻ്റെ നീതിക്ക് ഒരിക്കലും എന്താകുന്ന കാര്യമല്ല, നിരപ്പാകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്. സർവ്വഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുന്നു. ദൈവം ആരാണ്? സർവ്വഭൂമിക്കും ന്യായാധിപതിയായ ദൈവമാണ്. ആ ദൈവം ഒരിക്കലും നീതി വെട്ടൊരു കാര്യം ചെയ്യത്തില്ല. ഈ ഒരു ഭാഗമാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് പെൻടാറ്റക് എന്ന് പറഞ്ഞാൽ ഈ 5 ഗ്രന്ഥങ്ങൾ ആദ്യം വരുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങളാണ് ആർക്ക്? യഹൂദന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകങ്ങൾ. കാരണം മോശ മുഖാന്തരം അവർക്ക് ലഭിച്ച പുസ്തകങ്ങളാണ് ഈ 5 പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പൗലോസ് എടുത്ത് യഹൂദന്മാരോട് സംസാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ. ദൈവത്തിന് അതുകൊണ്ട് ഒരിക്കലും അനീതി ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്തിന് ഒരിക്കലും അവിശ്വസ്തത കാണിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ മോശ എഴുതിയ ഉൽപ്പത്തി പുസ്തകം അതേ ഒരു അധ്യായത്തിൻ്റെ ആ വാക്യം എടുത്തുകൊണ്ട് പറയുക, ദൈവം ഒരിക്കലും അനീതി ചെയ്യുന്ന ദൈവമല്ല, സർവ്വലോകത്തെയും വിധിക്കുന്ന ദൈവം, ഒരിക്കലും അനീതി ചെയ്യുവാൻ ദൈവത്തിന് കഴിയത്തില്ല. അവരെ ഉറപ്പിക്കുക, അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ യഹൂദന്മാരോട് അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അത് എന്താണ് അവിടെ പറയുന്നത്? അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവം ഒരുപക്ഷെ ദൈവം അനീതിയുള്ളവനാണെങ്കിൽ ലോകത്തെ ദൈവത്തിന് വിധിക്കാൻ കഴിയത്തില്ല. നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ ആ 4 വാക്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? വ്യഭിചാരിണിയായ സ്ത്രീയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഇവൾ പാപിയാണ്, വ്യഭിചാരം ചെയ്തവളാണ്, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞ കാര്യമുണ്ട്. എന്താണ്? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യമോടെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവരെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ പാപമുള്ളൊരു വ്യക്തിക്ക്, ഒരു പാപം ചെയ്ത ഒരു വ്യക്തിക്ക് അതേ പാപം ചെയ്ത് ഇനി ഒരു വ്യക്തിയെ വിധിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. അവനിൽ അനീതിയുണ്ട്. അനീതിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഇനി ഒരു മനുഷ്യനെ വിധിക്കുന്നത്? അതേപോലെ തന്നെ ഒരുപക്ഷെ ദൈവം നീതിമാനല്ലായിരുന്നുവെങ്കിൽ ദൈവത്തിന് ആരെ വിധിക്കാൻ പറ്റത്തില്ല? ലോകത്തെ വിധിക്കാൻ പറ്റത്തില്ല. സർവ്വലോകത്തെയും വിധിക്കുന്ന ദൈവം അവൻ നീതിമാൻ തന്നെയാണ്. അവനിൽ യാതൊരു അനീതിയുമില്ല, അവനിൽ യാതൊരു അവിശ്വസ്തതയും ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, എന്താണ്? ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിൻ്റെ സത്യം എൻ്റെ ബോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? ഇതും നോക്കി, ഇതും യഹൂദൻ്റെ ഒരു ചോദ്യമാണ്. എന്താണ് അവിടെ പറയുന്നത്? എന്താണ്? ദൈവത്തിൻ്റെ സത്യം എൻ്റെ ബോഷ്കിനാൽ
അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്തിനാ? ഞാൻ പാപം ചെയ്തതുകൊണ്ട് ദൈവം കൂടുതൽ നീതിമാനായി തെളിവായിട്ടുണ്ടെങ്കിൽ ആ ദൈവം എന്തിനാ എന്നെ വിധിക്കുന്നത്? ദൈവം സ്വന്തം നീതിമാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ പാപം ചെയ്യാൻ വിട്ടിട്ട് ഞാൻ പാപിയാണെന്ന് ദൈവം എന്നെ വിധിക്കുന്നോ? ഇതാരുടെ ചോദ്യമാണ്? യഹൂദന്മാരുടെ ചോദ്യമാണ്. ഇതാരുടെ ചോദ്യമാണ്? യഹൂദന്മാരുടെ ചോദ്യം. ഇവിടെയുള്ള ചോദ്യങ്ങളെല്ലാം യഹൂദന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പൗലോസ് ചോദിച്ചിട്ട് അതിനുള്ള മറുപടികൾ തന്നെയാണ് അവിടെ പറയുന്നത്. നമ്മൾ പാപം ചെയ്യാൻ ദൈവം വിട്ടിട്ട് ദൈവം തന്നെ താൻ നീതിമാനെന്ന് കാണിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൽ എന്താ നീതിയുള്ളത്? ആ ദൈവത്തിന് നമ്മളെ വിധിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നൊരു പക്ഷേ മറ്റുള്ളവർ ചോദിക്കുമായിരിക്കാം. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഭോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? ഞാൻ പിന്നെ എങ്ങനെ പാപിയാകുന്നത്? ഞാൻ പാപം ചെയ്തുകൊണ്ട് ദൈവം നീതിമാനായി. അങ്ങനെ ദൈവം നീതിമാനാകുവാൻ വേണ്ടി ഞാൻ പാപം ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ തള്ളിവിട്ടിട്ട് എന്നെ പാപി എന്നെങ്ങനെ വിധിക്കപ്പെടുന്നത്? ഞാൻ എങ്ങനെ പാപിയാകുന്നത് അന്നേരം എന്ന് പറയുമോ? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? നല്ലത് വരേണ്ടതിന് തീയ ചെയ്യുക. ഇത് യഹൂദന്മാർ ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു അപവാദം കൂടെയാണിത്. അതിൻ്റെ 8-ാമത്തെ വാക്യം വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. എങ്ങനെ പറയുന്നു? നമ്മൾ അനീതി ചെയ്തുകൊണ്ട് ദൈവം കൂടുതൽ നീതിമാനായി വെളിപ്പെട്ടു വന്നത്. നമ്മുടെ അനീതി കൊണ്ട് ദൈവം നീതിമാനായി തന്നെ പ്രകാശിപ്പിച്ചു എന്ന് ചിലർ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളതല്ല പറഞ്ഞത്. ദൈവം എപ്പോഴും നീതിമാനാണ്. ഒരു പക്ഷേ നമ്മളിൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്തെങ്കിലും നിറവേറാതെ ദൈവത്തിൻ്റെ വാക്കിന് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, അത് നമ്മുടെ കുറവ് കൊണ്ടാണ്. ദാവീദ് പറഞ്ഞതുപോലെ, സംസാരിക്കുമ്പോൾ നീ നീതിമാനായി, വിധിക്കുമ്പോൾ നീ നിർമ്മലനായി ഇരിക്കേണ്ടത്. ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തു, നിൻ്റെ മുമ്പിൽ അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ വാൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് കർത്താവേ. അത് ദാവീദ് സമ്മതിച്ചു പോയി. ദൈവത്തിൻ്റെ വാക്കിന് മാറ്റം വന്നത് ദൈവം തൻ്റെ വാക്ക് മാറ്റിയത് കൊണ്ടല്ല. ആ വാളവിടെ വന്ന് കയറാൻ കാരണം ദാവീദ് ചെയ്തൊരു പാപമായി. അതുകൊണ്ട് ദൈവം തൻ്റെ വാഗ്ദത്തത്തെ ഒരിക്കലും എന്ത് ചെയ്യുന്നവനല്ല, മാറ്റുന്നവനല്ല, അവൻ മറക്കുന്നവനല്ല, അവനൊരിക്കലും അനീതി ചെയ്യുന്നവനല്ല, അവനൊരിക്കലും അസത്യവാനല്ല, കർത്താവ് ഒരിക്കലും ബോഷ്ക്ക് പറയുന്നവനല്ല എന്ന് പൗലോസ് അവിടെ സ്ഥാപിക്കുക. അല്ല, ദൈവം അങ്ങനെ ചെയ്യത്തില്ല, ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. സർവ്വഭൂമിയെയും വിധിക്കുന്ന ദൈവം ഒരിക്കലും അനീതി ചെയ്യുവാൻ ദൈവത്തിന് കഴിയത്തില്ല. അവൻ നീതിമാനായ ദൈവമാണ്, അവനെപ്പോഴും നീതിമാനാണ്. ആ ദൈവത്തിൻ്റെ നീതിയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രയത്നം ഓരോ ദിവസം. പക്ഷെ നമുക്ക് എത്രത്തോളം എത്താൻ പറ്റുന്നു എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം, അല്ലേ? കർത്താവിൻ്റെ നീതിയോട് നമുക്ക് എത്ര അടുത്ത് ചെല്ലാൻ പറ്റുന്നു എന്ന് നമ്മൾ ഓരോ ദിവസം നമ്മൾ ചിന്തിച്ച് നോക്കാം. നമ്മളെ എത്ര മാനുഷ്യ രീതിയിൽ. അതുകൊണ്ട് പിന്നെ പറയുന്നത് ആ 20-ാം വാക്യം തുടങ്ങി അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. മാനുഷിക രീതിയിൽ ന്യായപ്രമാണപ്രകാരമുള്ള പ്രവൃത്തിയാൽ ഒരു മനുഷ്യന് നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും ദൈവത്തിൻ്റെ നീതിയോട് അടുത്തൊന്നും ചെല്ലാൻ നമുക്ക് കഴിയത്തില്ല. അത് കഴിയാതെ പോയത് കൊണ്ടാണ് യേശുക്രിസ്തു മുഖാന്തരമുള്ള ഒരു നീതീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു. യേശുക്രിസ്തു മുഖാന്തരമുള്ള നീതീകരണം അവിടെ നമ്മുടെ പ്രവൃത്തികളല്ല, അവിടെ നമ്മുടെ വിശ്വാസമാണ് കാര്യം. നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി കർത്താവിനെ ഒന്ന് വിശ്വസിക്കുമ്പോഴത്തേന് ദൈവം നമ്മളിലുള്ള എല്ലാ കളങ്കവും നീക്കിക്കളയുക. കർത്താവിൻ്റെ സന്നിധിയിൽ യോഗ്യന്മാരാക്കി കർത്താവ് നമ്മളെ നിർത്തുകയാണ്. പ്രവൃത്തികളാൽ നമുക്കിത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അനീതിയുള്ളവരായതുകൊണ്ട്. അവിടെ അത്രയും പറഞ്ഞിട്ട് അവിടെ പറയുന്നത് നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ഞങ്ങളെ ചിലർ ദുഷിച്ചു പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യമൊന്നും പൗലോസ് അങ്ങനെയാണെന്നല്ല പറയുന്നത്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവം എന്നല്ല പൗലോസ് അവിടെ സ്ഥാപിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെക്കുറിച്ച് ദുഷിച്ചു പറയുന്നു. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് ദൈവത്തിൻ്റെ നീതിയോട് അടുത്ത് ചെല്ലാൻ കഴിയത്തില്ല. നമ്മൾ പാപം ചെയ്തു എല്ലാവരും അത് മുമ്പോട്ട് അത് സ്ഥാപിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 10-ാം വാക്യം തുടങ്ങി 18-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അതിനെ പിന്നെയും സ്ഥാപിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ എല്ലാവരും പാപികളാണെന്ന് പിന്നെ എടുത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് ആരും പാപികളാണ്, യഹൂദനും പാപികളാണെന്ന് പൗലോസ് അവിടെ പറയാം. ആകിയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നോക്കിയാൽ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എന്നാൽ യഹൂദൻ എന്ത് വിശേഷത,
അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെയുണ്ട്. യഹൂദന് വിശേഷത ഉണ്ട്. ഏതിൽ വിശേഷതയുണ്ട്? അവൻ്റെ തെരഞ്ഞെടുപ്പിലൊരു വിശേഷതയുണ്ട്, അല്ലേ? യഹൂദന് വിശേഷത ഏതിലാണ്? തെരഞ്ഞെടുപ്പിലാണ് വിശേഷത. അവനെ കർത്താവ് സ്വന്തം ജനമായിട്ട് തെരഞ്ഞെടുത്തു. അതിൽ യഹൂദനൊരു വിശേഷതയുണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവന് കൊടുത്തു, അതിലൊരു വിശേഷതയുണ്ട്. പക്ഷേ പാപത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ യഹൂദനും യവനനും ഒരു വിശേഷതയും ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് വിശേഷതയുണ്ടോ? യഹൂദന്മാരായ നമുക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടോ? ഈ കാര്യത്തിൽ ഒരു അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. യഹൂദനായിരിക്കാം യവനനായിരിക്കാം ആർക്കും ഒരു വിശേഷതയില്ല. എല്ലാവരും പാപത്തിൻ്റെ കീഴിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ വിശേഷത കാണുമായിരിക്കാം, പക്ഷെ പ്രവൃത്തിയിൽ ഒരു വിശേഷതയും ഇല്ല. യവനന്മാരെ പോലെ നിങ്ങളും അത് ചെയ്യുന്നു. അത് തന്നെയല്ലേ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. 1-ാമത്തെ വാക്യം എന്താണെന്നു? അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. കണ്ടോ? വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം തുടങ്ങി നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ ഒരു പക്ഷേ 19 മുതലുള്ള വാക്യം എന്താണ്? ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടന് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഇരിക്കുന്നുവെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർ ചെയ്യുന്നു. നോക്കിയേ, ഈ ജാതികൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ആരും ചെയ്തുകൊണ്ടുണ്ട്? യഹൂദനും ചെയ്തുകൊണ്ടേ ഉണ്ട്. അതുകൊണ്ട് പാപത്തിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ യഹൂദനും യവനും തുല്യമാണ്. യഹൂദന് ആ വിഷയത്തിൽ ഒരു വിശേഷതയും ഇല്ല. എന്തുകൊണ്ടില്ല? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരമായി യഹൂദൻ ഇതുവരെ തന്നെത്താൻ എന്ത് ചെയ്യാൻ നോക്കിയത്? നീതീകരിക്കാൻ നോക്കിയത്. പക്ഷേ ആ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരം ആർക്കും നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ 10-ാം വാക്യം തുടങ്ങി 18-ാമത്തെ വാക്യം വരെ പൗലോസ് പഴയ നിയമത്തിൻ്റെ ഓരോ ഉദ്ധരണികൾ എല്ലാം പഴയ നിയമമാണ്. പൗലോസ് എടുക്കുന്ന എല്ലാം പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലെ കാര്യം എടുക്കുന്നത്? യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത്. യഹൂദന്മാരുടെ പുസ്തകമാണ്, യഹൂദന്മാരുടെ ന്യായപ്രമാണമാണത്. ആ ന്യായപ്രമാണം എടുത്തുകൊണ്ട് നോക്കിക്കുക, എല്ലാവരും പാപികളാണ്, നിങ്ങളും പാപികളാണെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പഴയ നിയമത്തിലെ ഉദ്ധരണികൾ തന്നെ എടുക്കുന്നത്. പറയുന്നത് എന്താണ്? അവിടെ 10, 11, 12 വാക്യങ്ങൾ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. സങ്കീർത്തനം 14-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അത് തന്നെ സങ്കീർത്തനം 53-ലും ഉണ്ടെന്ന് തോന്നുന്നു. സങ്കീർത്തനം 53-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം അവിടെ തന്നെ ഉണ്ട്. അതേ വാക്യങ്ങളാണ് അവരുടെ ന്യായപ്രമാണത്തിൽ അവരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് പൗലോസ് അവരോട് പറയുക, നീതിമാൻ ആരുമില്ല. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? യഹൂദന്മാരെ കുറിച്ച് തന്നെ പറയുന്നത്. അവരുടെ ന്യായപ്രമാണം അവരെക്കുറിച്ച് തന്നെ പറയുന്ന കാര്യമാണ്. നീതിമാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ്, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ടവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. ഇത് സങ്കീർത്തനം 5-ന്റെ 9-ൽ നിന്നെടുത്ത ഭാഗമാണ്. സങ്കീർത്തനം 5-ന്റെ 9-ൽ ഇതേ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ആ ഭാഗത്തെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. എന്താണ് സങ്കീർത്തനം 5-ന്റെ 9-ൽ പറയുന്നത്? സങ്കീർത്തനം 5-ന്റെ 9-ൽ പറയുന്നത് നോക്കിയാൽ, അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ഇതും ആരുടെ ന്യായപ്രമാണത്തിലുള്ളതാ? യഹൂദൻ്റെ ന്യായപ്രമാണത്തിൽ, അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. അതുകൊണ്ട് അവരനീതിയുള്ളവരാണ് എന്ന് പൗലോസ് അവിടെ എടുത്ത് കാണിക്കുക. 13-ാമത്തെ വാക്യത്തിൻ്റെ പഴയ നിയമ ഉദ്ധരണി സങ്കീർത്തനം 5-ന്റെ 9 ഇനി 14-ാമത്തെ വാക്യം വരുമ്പോൾ അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 10-ന്റെ 7, 10-ാം സങ്കീർത്തനം 7-ന്റെ 7-ാമത്തെ വാക്യം, അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു, അവൻ്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. ഇതും അവിടെ നിന്ന് എടുത്തിട്ട് പറയുന്നത്, അവരുടെ ഗ്രന്ഥം എടുത്തിട്ട് പറയുക, ഇങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നു. ഞാനിത് വേഗം ഓടിച്ചോടിച്ചിങ്ങനെ പറഞ്ഞു വരിക. പഴയ നിയമത്തെ ആ ഉദ്ധരണികൾ എടുത്തെടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇനി 15 മുതൽ 18 വരെയുള്ള വാക്യം വരുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളാണ്.
അവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. യെശയ്യാവ് 59 7 8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതേ കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടോ, ഇതും പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? യഹൂദനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 59 അധ്യായത്തിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തിന് കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ജനത്തിനെന്തോ കുഴപ്പം പറ്റിയതുകൊണ്ട്, ദൈവത്തിൻ്റെ ജനത്തിനെന്തോ കുഴപ്പം പറ്റിയതുകൊണ്ട്. അതുകൊണ്ട് പൗലോസ് ഇവിടെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവരുടെ പ്രവാചകന്മാർ പറഞ്ഞ കാര്യം തന്നെ എടുത്ത് അവരോട് പറഞ്ഞിട്ട് എല്ലാവരും പാപികളാണ്, യഹൂദനായാലും യവനനായാലും ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്, ഒരുപോലെ പാപികളാണ് എന്നവർ ഉറപ്പിച്ച് പറയുക. നമ്മൾ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും നമ്മളെ നീതീകരിക്കരുതെന്നുള്ളതാണ്. ഞാൻ ശരിയാണ്, എന്നിലൊരു കുറവും ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ നീതീകരിക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ നീതിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാൻ കഴിയാത്തത് കൊണ്ട്. ദൈവം എവിടെ, ദൈവത്തിൻ്റെ ഭോഷത്വത്തിൽ നിന്ന് നോക്കിയാൽ പോലും നമ്മളാരാണ്? അശുദ്ധരാണ്. ദൈവത്തിൻ്റെ ഭോഷത്വത്തിൽ നിന്ന് നോക്കിയാൽ പോലും നമ്മളാരാണ്? അശുദ്ധരാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധി ദൈവത്തിൻ്റെ ഭോഷത്വത്തിൻ്റെ താഴെയാകുമ്പോൾ, ദൈവത്തിൻ്റെ ഭോഷത്വത്തിൽ നിന്ന് ദൈവം നമ്മളെ നോക്കിയാലും നമ്മൾ അശുദ്ധരായിട്ടേ കർത്താവിനെ കാണാം. ദൈവസന്നിധിയിൽ അത്ര നീതിയെ നമുക്കുള്ളൂ, അത്രയൊക്കെ വിശുദ്ധിയെ നമ്മുടെ പക്കൽ ഉള്ളൂ. ഒരുപക്ഷെ ഈ അല്പം വിശുദ്ധി വെച്ചിട്ടായിരിക്കാം നമ്മൾ ദൈവസേനയിൽ വളരെ നിഗളിക്കുന്നത്. അല്പം വിശുദ്ധി വെച്ചിട്ട് അത്രയും നിഗളിക്കാനൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവസേനയിൽ വരുമ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് താഴാൻ കഴിയുന്നു. ദൈവസേനയിൽ തന്നെത്താൻ ഉയർത്തിയവനാരും നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ആ പ്രാർത്ഥിക്കാൻ പോയ വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണാമല്ലോ. ആരൊക്കെയാണ്? പരീക്ഷനും ചുങ്കക്കാരൻ. പരീക്ഷൻ തന്നെത്താൻ എന്ത് ചെയ്തു? നീതീകരിച്ചു, ഉയർത്തി പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നീതിമാനാണെന്ന്. പക്ഷെ അവൻ നീതീകരിക്കപ്പെട്ടില്ല. ആരാ നീതീകരിക്കപ്പെട്ടത്? സ്വർഗത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ കർത്താവേ പാപിയായി എന്നോട് മനസ്സറിയണമേ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മളിലുള്ള അല്പം നീതിയെ ദൈവസേനയിൽ കാണിച്ചുകൊണ്ട് ഞാൻ നീതിമാനാണ് കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസേനയിൽ ഒരിക്കലും വരാൻ എന്ത് ചെയ്യരുത്? പ്രയത്നിക്കരുത്. നമ്മൾ ദൈവസേനയിൽ നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവേ എന്നിലൊരു നീതിയുമില്ല, എന്നിലൊരു വിശുദ്ധിയുമില്ല, എന്നിൽ അവിശ്വസ്തതയേ ഉള്ളൂ, എന്നിൽ അശുദ്ധിയേ ഉള്ളൂ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ക്രിസ്തു മൂലമുള്ള നീതീകരണം നമുക്ക് പ്രാപിക്കാൻ കഴിയും. യേശു ക്രിസ്തു മുഖാന്തരമുള്ള നീതീകരണം നമ്മളിലേക്ക് കടന്നു വരും. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ മുമ്പോട്ടുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 19 വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇതാരോടെ പറയുന്നത്? യഹൂദന്മാരോട് പറയുന്നത്. എപ്പോഴാണ് പറയുന്നത്? ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈ നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ, നിങ്ങളുടെ പ്രവാചകന്മാർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുക, ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരോടെ പ്രസ്താവിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളോടാണ് പറഞ്ഞതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആരല്ല? നിങ്ങൾ നീതിമാന്മാർ അല്ല, നിങ്ങളും പാപികളാണ്. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായുമടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. എല്ലാ നാവും ദൈവസന്നിധിയിൽ അടഞ്ഞു പോകും. 2 കാര്യങ്ങൾ നമുക്കെടുക്കാം. എല്ലാ നാവും ദൈവസന്നിധിയിൽ അടഞ്ഞു പോകും. 1-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനാണ്. ആർക്ക്? ജാതികൾക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്. അതുകൊണ്ട് ദൈവസേനയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് ആർക്ക് പറയാൻ കഴിയത്തില്ല? ജാതികൾക്ക് പറയാൻ കഴിയത്തില്ല. അവർക്ക് പ്രതിവാദമില്ല. 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. എന്തുകൊണ്ടാ? നിനക്ക് ന്യായപ്രമാണം ലഭിച്ചിട്ടുണ്ട്.
ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ അത് ചെയ്യുന്നില്ല എങ്കിൽ നിനക്കൊരു പ്രതിവാദവുമില്ല. ദൈവസേനയിൽ ആർക്കും ഒരു കാര്യവും പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അതാണ് അവിടെ പറയുന്നത് 19-ാം വാക്യം, 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. എല്ലാ നാവും ദൈവസന്നിധിയിൽ അടയും. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ചെറിയ ഗ്യാതറിങ്ങിൽ, നമ്മുടെ ചർച്ചിൽ നമ്മൾ ഒരുപക്ഷെ നമ്മളെ നീതീകരിച്ച് കാണുമായിരിക്കാം. നമ്മളിൽ കുറ്റമില്ല എന്നോ നമ്മളിൽ കുറവില്ല എന്നോ നമ്മൾ സ്ഥാപിച്ചു കാണുമായിരിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നീതിമാന്മാരാണെന്ന് നമ്മൾ കാണിച്ചു കാണുമായിരിക്കാം. പക്ഷെ ദൈവസന്നിധിയിൽ ഒരു പ്രതിവാദവും നമുക്ക് പറയാനില്ല, നമുക്കൊന്നും പറയാനില്ല. എല്ലാ വായും ദൈവസന്നിധിയിൽ എന്തായി പോകും? അടഞ്ഞു പോകും. എല്ലാ വായും ദൈവസന്നിധിയിൽ അടഞ്ഞു പോകും. ദൈവം നമ്മളെ അറിയുന്നത് പോലെ വേറെ ആരും നമ്മളെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വായോടെ സർവ്വലോകവും, അത് യവനനായാലും ശരി യഹൂദനായാലും ശരി, എല്ലാവരുടെ വായും അടഞ്ഞുപോയി സർവ്വലോകവും ദൈവസന്നിധി ശിക്ഷാരോഗ്യമായി തീരേണ്ടതത്ര. നമ്മുടെ ക്വാളിറ്റി ഇത്രയുമേ ഉള്ളൂ ദൈവസന്നിധി. നമ്മൾ എത്ര പ്രയത്നിച്ചാലും നമുക്ക് ഇത്രയുമേ ചെയ്യാൻ പറ്റാത്തുള്ളൂ. എല്ലാവരും ശിക്ഷായോഗ്യരാണ്. ദൈവത്തിൻ്റെ വചനം അതല്ലേ പറയാം, എല്ലാവരും എന്താണ്? ശിക്ഷായോഗ്യം. പാപത്തിൻ്റെ ശമ്പളം മരണം. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം. ശിക്ഷായോഗ്യരാണ് നമ്മൾ. പിന്നെ അതിൽ നിന്ന് നമ്മളെ വലിച്ചെടുക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ യാഗം മാത്രം. ആ ക്രിസ്തുയേശുവിൻ്റെ യാഗം മുഖാന്തരം നമ്മൾ നീതീകരിക്കപ്പെട്ടു. നമ്മൾ മരിക്കേണ്ടിടത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെയല്ലേ പറയുന്നത്? ഈ യേശു കർത്താവിൻ്റെ ക്രൂശുമരണം പഴയ നിയമ യാഗത്തിന് സദൃശ്യമാണ്. പഴയ നിയമത്തിലൊരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, പാപം ചെയ്ത വ്യക്തി ഒരു ആടിനെയോ ഒരു പശുക്കിടാവിനെയോ കൊണ്ടുവന്ന് അവൻ്റെ കൈ ആ മൃഗത്തിൻ്റെ മേളിൽ വെച്ച്, എന്തുകൊണ്ടാണ് വയ്ക്കുന്നത്? ഞാൻ പാപം ചെയ്തതാണ്, എൻ്റെ പാപം ഞാൻ ഈ മൃഗത്തിൻ്റെ മേളിൽ വയ്ക്കുന്നു, അതുകൊണ്ട് ഞാൻ മരിക്കേണ്ടിടത്ത് ആര് മരിക്കുന്നു? ഈ മൃഗം മരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പാപത്തിന് പകരം ആ മൃഗം അവിടെ അറുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ മരിക്കേണ്ട സ്ഥാനത്ത് ആ മൃഗം അവിടെ ചാകുകയാണ്. അങ്ങനെ നമ്മളും ചാകേണ്ടവരായിരുന്നു. നമുക്ക് പകരം ഒരു ആടിനെയല്ല നമ്മൾ കൊന്നത്, നമുക്ക് പകരം ഒരു പശുക്കിടാവിനെയല്ല നമ്മൾ കൊന്നത്. നമുക്ക് വേണ്ടി സ്വന്തം യാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അല്ലേ? ഒന്ന് ഓർത്തു നോക്കി. അതുകൊണ്ടാണ് പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനമൊക്കെ പറയുമ്പോൾ നിങ്ങൾ വീണ്ടും കർത്താവിനെ ക്രൂശിക്കുന്നവരായി മാറരുതെന്ന് പറയുന്നത്. നമ്മൾ പിന്നെയും പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കർത്താവിന് പിന്നെയും നമ്മൾ ശിക്ഷ വരുത്തുന്നവരായി മാറുക. യഹൂദനെ സംബന്ധിച്ച് ഓരോ പാപം ചെയ്യുമ്പോഴും അവൻ അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഓരോ യാഗം കഴിക്കണം. നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ പിന്നെയും പാപം ചെയ്യുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യമാണ് കർത്താവിനെ ക്രൂശിക്കുന്നത്. ഒരു പക്ഷേ കർത്താവിനെ എത്ര പ്രാവശ്യം നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും. നമുക്കൊരു പ്രതിവാദവും പറയാനില്ല, ഒരു പ്രതിവാദവും പറയാനില്ല. എല്ലാവരുടെയും വായ് അടഞ്ഞു. സകല ലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ എന്ന് പറഞ്ഞിട്ട് ന്യായപ്രമാണത്തെക്കുറിച്ച് അവിടെ പറയാം. എന്താണ്? അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഈ യഹൂദന്മാർ ന്യായപ്രമാണം കൊണ്ട് അവരെ തന്നെ നീതീകരിക്കാൻ നോക്കിയവരാണ്. ന്യായപ്രമാണം കൊണ്ട് തന്നെ അവരെ തന്നെ നീതീകരിക്കാൻ വേണ്ടി നോക്കിയവരാണ്. പക്ഷേ അവർക്കൊന്നും ലഭിച്ചില്ല, നീതീകരണം ലഭിച്ചില്ല. ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധി ദൈവസന്നിധി നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ന്യായപ്രമാണം നമ്മളെ നീതീകരിക്കുന്നില്ല. പിന്നെന്താ വരുന്നത്? ന്യായപ്രമാണം കൊണ്ട് പാപത്തിൻ്റെ ഒരു പാപത്തിൻ്റെ പരിജ്ഞാനമാണ് വരുന്നത്. വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, കൊല ചെയ്യരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞതുകൊണ്ടാണ് കൊല ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത്. അല്ലേ? ഇപ്പം ന്യായപ്രമാണം പറഞ്ഞതുകൊണ്ടാണ് കൊല ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത്. മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത്. കോപിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത്. ആഭിചാരം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത്. ശാഠ്യം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത്. യഹൂദന് ഈ ന്യായപ്രമാണം കൊടുത്തു. അതുകൊണ്ട് യഹൂദന് എന്ത് തോന്നി? ഇതെല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. ന്യായപ്രമാണം മുഖാന്തരമാണ് ഈ പാപത്തിൻ്റെ ജ്ഞാനം നമുക്ക് വന്നത്. ഒരുപക്ഷെ നമുക്ക് ന്യായപ്രമാണം ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ജ്ഞാനം നമുക്ക് വരത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് തെറ്റിയൊഴിയാമെന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എങ്കിലും നമുക്ക് ദൈവസേനയിൽ നിന്ന് തെറ്റിയൊഴിയാമെന്നല്ല. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ഈ പ്രവർത്തികൾ അവരുടെ സ്വഭാവത്താൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. 2-ാം അധ്യായം നോക്കി, 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തതുകൊണ്ട് ശിക്ഷാവിധി ഒന്നും ഒഴിഞ്ഞ് പോകത്തില്ല. കൊല ചെയ്യുന്നത് നല്ലതല്ലെന്ന് ന്യായപ്രമാണം ഇല്ലാത്തവനും അറിയാം. എങ്ങനെ അറിയാം? നമുക്ക് ദിവസേന പറയാൻ പറ്റത്തില്ല, കർത്താവ് ഞാനതൊന്നും അറിഞ്ഞില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കള്ളം പറയുന്നത് തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ദിവസേന നമുക്ക് പറയാൻ പറ്റത്തില്ല.
എന്തുകൊണ്ടാണെന്ന് അറിയോ? എനിക്ക് ന്യായപ്രമാണമില്ല, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആരുടെയെങ്കിലും മോഷ്ടിക്കുന്നു, നമ്മൾ മാനുഷിക രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ആരുടെയോ എന്തോ ചെന്ന് മോഷ്ടിക്കുന്നു, എന്നിട്ട് നമ്മൾ പറയുക ഞാൻ തെറ്റാണെന്നൊന്നും അറിഞ്ഞില്ല, എനിക്ക് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മുടെ വസ്തു ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും? ഈ ന്യായപ്രമാണമില്ലാത്തവർ ഒരുപക്ഷെ ദൈവം വിധിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. നമ്മൾ എന്തോ മോഷ്ടിച്ചിട്ട് നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു പക്ഷെ നമ്മുടെ വസ്തു വേറെ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നുമോ? നമുക്ക് തോന്നത്തില്ല. നമുക്കത്ര സങ്കടം ഉണ്ടാവും അല്ലേ? നമ്മൾ ഒരുത്തൻ അന്യായം ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയില്ല. പക്ഷെ അതേ അന്യായം, അതേപോലത്തെ ഒരു അന്യായം അവൻ നമ്മളോട് ചെയ്തപ്പോൾ നമുക്ക് തെറ്റാന്ന് തോന്നി. അതെന്തുകൊണ്ടാണ് തോന്നിയത്? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അത് തന്നെ അവർക്ക് ചെയ്യും. മനുഷ്യൻ ദോഷം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. ഇപ്പോൾ ഷാജൻ ബ്രദർ എന്നെ പരസ്യമായിട്ട് അപമാനിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അതെനിക്ക് അപമാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷാജൻ ബ്രദറിനെ എന്ത് ചെയ്യരുത്? അപമാനിക്കരുത്. നിങ്ങൾ എൻ്റെ എന്തെങ്കിലും മോഷ്ടിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞാനും എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുത്. നിങ്ങൾ എന്നോട് മിണ്ടണം, സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനും ആരോടും മിണ്ടാതിരിക്കരുത്, എല്ലാവരോടും ഞാൻ സംസാരിക്കണം. നിങ്ങൾ എന്നോട് കോപിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനും കോപിക്കരുത്. അവർ ചെയ്യുന്നത് തെറ്റാ, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? ഇതാണ് ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് തന്നെ എന്തായിത്തീർന്നു? ന്യായപ്രമാണമായി തീർന്നു. അതുകൊണ്ട് ന്യായപ്രമാണം ഉള്ളവനും ന്യായപ്രമാണം ഇല്ലാത്തവനും എല്ലാം ദൈവസന്നിധിയിൽ തുല്യന്മാരാണ് എന്ന പൗലോസ് ഇവിടെ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? 20-ാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നത്, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ നമുക്ക് വരുന്നത്. നീതീകരണം വന്നില്ല, പാപത്തിൻ്റെ പരിജ്ഞാനം മാത്രം വന്നു. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നീതീകരണം എവിടെ നിന്നാണ് വന്നേ? യേശുക്രിസ്തുവാണ്. എങ്ങനെയാണ് വന്നേ? വിശ്വാസം. കണ്ടോ, നമ്മളെയും ദൈവത്തെയും ക്രിസ്തുവിനെയും തമ്മിൽ ലിങ്ക് ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം. നമ്മളെ ദൈവത്തെ തമ്മിൽ ലിങ്ക് ചെയ്ത ഒരു കാര്യമാണ് വിശ്വാസം. എന്താ പറയുന്നത്? ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കും. നമ്മൾ ആരും ദൈവസഭയിൽ ഇന്ന് നിൽക്കുന്നത് ന്യായപ്രമാണം കൊണ്ടല്ല, ന്യായപ്രമാണം കൂടാതെ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്കിതെല്ലാം എന്തായി ലഭിച്ചതാണ്? ഉചിതമായി ലഭിച്ചതാണ്. നമുക്കിത് ഉചിതമായി ലഭിച്ച നീതീകരണമാണ്. ഹല്ലേലൂയ. നമ്മൾ നീതീകരിക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല. ഒരിക്കലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളെ തന്നെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്തത്? യേശുക്രിസ്തു മൂലമാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. നമ്മൾ കർത്താവിനെ വിശ്വസിച്ചപ്പോൾ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ കർത്താവിനെ വിശ്വസിച്ചപ്പോൾ നമ്മുടെ പാസ്റ്റിനെ എല്ലാം ദൈവം ഇരേസ് ചെയ്തു. അതാ പറഞ്ഞേ, ഇപ്പോൾ സകലവും പുതുതായിരിക്കുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി, സകലവും പുതുതായിരിക്കുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് കർത്താവ് നമ്മുടെ പഴയതിനെ മാറ്റി നമ്മളെ പുതിയതാക്കി. എങ്ങനെ? നമ്മൾ കർത്താവിനെ വിശ്വസിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 1:16-17, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും ആദ്യം രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. നോക്കിക്കേ, വിശ്വസിക്കുന്ന ഏവനും. രക്ഷ എങ്ങനെയാണ് വരുന്നത്? വിശ്വാസം മുഖാന്തരം. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് ദൈവശക്തിയാകുന്നു. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. കണ്ടോ? വിശ്വാസം കൂടാതെ നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. വിശ്വാസം കൂടാതെ നമുക്ക് നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിരിക്കുന്നു? ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, 2:4 ഇങ്ങനെ പറയുന്നത്, അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവരുടെ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുത്ത് ഇവിടെ പറഞ്ഞ ആ വിഷയത്തെ പൗലോസ് എന്ത് ചെയ്യുക? ഉറപ്പിക്കുക. വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
നമ്മൾ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി മുഖാന്തരമല്ല. അതാ പറഞ്ഞത് 20-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഇവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന നീതീകരണമാണ്. ഒന്നായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 42-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അല്ല, 42-ന്റെ 21 പറഞ്ഞത്. യഹോവ തൻ്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു. യഹോവ തൻ്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി. സോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി മൂലം നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം ശരിയല്ലെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല. അതിനാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? യഹോവ തൻ്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ. ഇപ്പോൾ ഇവിടെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തെ പൗലോസ് തള്ളിക്കളയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താ ചെയ്യുന്നത്? അവിടെ ദൈവം യഹോവ തൻ്റെ നീതി നിമിത്തം തൻ്റെ ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിച്ചു. ന്യായപ്രമാണം ഒരിക്കലും തള്ളിപ്പോകുന്നില്ല. ന്യായപ്രമാണം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അത് അവരുടെ പുറമേ ഉള്ള പ്രവൃത്തിയിൽ മാത്രമേ വന്നുള്ളൂ യഹൂദൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞത് പുറമേ യഹൂദനായവൻ ആരല്ല? യഹൂദനല്ല. പുറമേ ഉള്ള പരിച്ഛേദന എന്തല്ല? പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അകമേയുള്ള പരിച്ഛേദന അത്രേ പരിച്ഛേദന. ഇവരെല്ലാം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജഡത്തിൽ ചെയ്തവരാണ്, പുറമേ ചെയ്തവരാണ്. അതുകൊണ്ട് അവർക്ക് നീതീകരിക്കപ്പെടാൻ കഴിഞ്ഞില്ല. അവരുടെ ഉള്ളിൽ ആ ന്യായപ്രമാണം വന്നില്ല. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ന്യായപ്രമാണത്തെ ഞാൻ അവരുടെ ഉള്ളിലാക്കി എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിലാക്കി. ഈ പുറമേയുള്ള ന്യായപ്രമാണം അവർ ജഡത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്ത് ഇങ്ങനെ യഹൂദന്മാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ന്യായപ്രമാണത്തെ ഞാൻ ഇനി എവിടെയാക്കും? അവരുടെ ഉള്ളിലാക്കുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവർ നീതീകരിക്കപ്പെടാതെ പോയത്. അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം കൊടുത്ത ന്യായപ്രമാണം തള്ളിക്കളഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സ്ഥാപിച്ചു വെച്ച കാര്യമാണ്. പക്ഷേ മനുഷ്യൻ ന്യായപ്രമാണത്തിലെ പ്രവൃത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടാൻ കഴിയാതെ പോയതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കർത്താവ് നമുക്ക് വേണ്ടി, ദൈവം നമുക്ക് വേണ്ടി തന്ന് അവനിലുള്ള വിശ്വാസം മുഖാന്തരം നമ്മൾ നീതീകരിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. നമ്മൾ നീതീകരിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിലെ വിശ്വാസം മുഖാന്തരമാണ്. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഏതിന്? അതുകൊണ്ടാണ് ഈ പൗലോസ് ഉദ്ധരണങ്ങളെല്ലാം ആദ്യമേ എടുത്തത്, പഴയ നിയമത്തിൽ നിന്ന് എടുത്തത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം സാക്ഷ്യം പറയുന്ന കാര്യമാണ്. എന്താണ്? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കണ്ടോ? ഇവിടെ നമുക്ക് കൃപയാൽ ലഭിച്ച നീതീകരണമാണിത്. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആര്? എല്ലാവരും എന്ന് പറഞ്ഞാൽ യവനന്മാർ, ന്യായപ്രമാണമില്ലാത്ത യവനന്മാരും ന്യായപ്രമാണമുള്ള യഹൂദനും എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവകൃപയിൽ നിന്ന് വീണുപോയി. അവൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി മൂലമല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ ചെയ്ത എന്തോ നല്ല കാര്യം മുഖാന്തരമല്ല നമ്മൾ ആരും നീതീകരിക്കപ്പെട്ടത്. പിന്നെ ആ ന്യായപ്രമാണം കൂടാതെ ക്രിസ്തുയേശുവിലെ വിശ്വാസം മൂലം നമ്മൾ എന്ത് ചെയ്തു? സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 6:20 അവിടെ എന്താ പറയുന്നത്? 6:20 പറയുന്നത്, ആകയാൽ അല്ല, ഒരു മിനിറ്റ്, ഏഴിൻ്റെ 20 അല്ല 6:19
ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. കർത്താവ് നമ്മളെ എന്താ ചെയ്തിരിക്കുന്നത്? വിലയ്ക്ക് വാങ്ങി. ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരമാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടതെങ്കിൽ നമുക്ക് ദൈവസ്ഥാനിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെന്ന് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കും. നമുക്ക് പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു വില കൊടുത്ത് സൗജന്യമായി നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിനെ മിസ്യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു. ഈ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോൾ ചില കൊച്ചുങ്ങൾ ഭയങ്കര വാശി പിടിക്കും. വാശി പിടിക്കുമ്പോൾ മാതാപിതാക്കൾ അവരെ ക്ഷമിച്ച് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഒരു ചോക്ലേറ്റ് കൊടുക്കും. ദേഷ്യം കൊണ്ട് ആ ചോക്ലേറ്റ് എന്ത് ചെയ്യും? വലിച്ചെറിയും. പിന്നെ ഇച്ചിരി സ്നേഹിച്ചിട്ട് രണ്ടാമതൊരു ചോക്ലേറ്റും കൂടെ കൊടുക്കും, അതും വലിച്ചെറിയും. പിന്നെ ഇച്ചിരി കൂടെ സ്നേഹിച്ചിട്ട് നമ്മുടെ മക്കളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും കാം ചെയ്യാൻ വേണ്ടി മൂന്നാമതും ചോക്ലേറ്റ് കൊടുക്കും. ഇവർക്കിതൊരു കളിയായി. എന്താണ്? ഞാൻ ദേഷ്യപ്പെടുന്നു, വലിച്ചെറിയുന്നു, എനിക്ക് ചോക്ലേറ്റ് കിട്ടും. ഞാൻ വലിച്ചെറിയുന്നു, എനിക്ക് ചോക്ലേറ്റ് കിട്ടും. ഒരു രസമായി അല്ലേ? ഞാൻ വലിച്ചെറിയുന്നു. ഇതേ കാര്യം പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, റോമർക്ക് ലേഖനം 6-ന്റെ 1 വാക്യത്തിൽ ഈ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ആകയാൽ നാം എന്ത് പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? നമ്മൾ പാപം ചെയ്തോടെ ദൈവം എല്ലാം ക്ഷമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കിതൊരു കളിയായിപ്പോയി. നമ്മൾ പാപം ചെയ്യുക, ദൈവം ക്ഷമിക്കുക. നമ്മൾ പാപം ചെയ്യുക, ദൈവം ക്ഷമിക്കുക. നമ്മൾ പാപം ചെയ്യുക എന്നല്ല ഒരു നാളുമല്ല എന്ന് പിന്നെ അവിടെ പൗലോസ് പറയുന്നുണ്ട്. കൃപ പെരുകിയത് കൊണ്ട് പാപം ചെയ്യാനല്ല. അത് നമുക്കിത് സൗജന്യമായി ലഭിച്ച രക്ഷയാണ്. അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും മിസ്യൂസ് ചെയ്യാമെന്നല്ല അതിൻ്റെ അർത്ഥം. സൗജന്യമായി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കൊടുക്കേണ്ട വില വേറെ ആരും അതിനു വേണ്ടി കൊടുത്തു. ആര് കൊടുത്തു? യേശു ക്രിസ്തു കൊടുത്തു. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് സൗജന്യമായി ലഭിച്ചതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് വേണ്ടതുപോലെ ദുരുപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളത് ചെയ്യരുത്. വില കൊടുത്താണ് നമ്മളെ വാങ്ങിയത്. അതുകൊണ്ട് അവിടെ എന്താ പറയുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എന്താ പറയുന്നത്? 6:19 എന്താ പറയുന്നത്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ. അതുകൊണ്ട് സൗജന്യമായി എനിക്ക് ലഭിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയത്തില്ല. സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെട്ടു, പക്ഷെ നമ്മൾ വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മൾ ഓർക്കണം. നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി വില കൊടുത്ത ഒരാൾ ഉണ്ടെന്ന് ഓർക്കണം. 7-ാം അധ്യായം അതിൻ്റെ 1 കൊരിന്ത്യർ 7:23 വായിക്കുമ്പോൾ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മനുഷ്യർക്ക് എന്താകരുത്? ദാസന്മാരാകരുത്. കേട്ടോ? കർത്താവ് നമ്മളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. ഒരു പ്രൈസ് കൊടുത്തു. ഇത് നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് ലഭിച്ചത് സൗജന്യമായിട്ടാണ്. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട വില നമുക്ക് വേണ്ടി ആരോ കൊടുത്തു. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതിനൊന്നും ഒരു വിലയില്ലല്ലേ? അല്ലേ? ആരെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില നമുക്ക് മനസ്സിലാകില്ല. നമ്മളൊരു 10,000 രൂപ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് അതിനാണ്. ശരിക്കും നമ്മൾ കൊടുക്കേണ്ട വിലയാണ് കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തു തീർത്തത്. എന്നിട്ട് നമുക്കത് ഫ്രീ ആയിട്ട് തന്നു, സൗജന്യമായിട്ട് തന്നു. നമ്മൾ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കി. സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെട്ടു. പക്ഷെ അതിനെ നമ്മൾ ലഘുവായിട്ടാണ് എടുക്കുന്നത് പലപ്പോഴും. അത് വില കൊടുത്ത് നമുക്ക് കിട്ടിയ സംഭവമാണ്. ഒരാൾ നമുക്ക് വേണ്ടി വില കൊടുത്തിട്ട് അതെടുത്ത് നമ്മുടെ കയ്യിൽ നിന്നാണ്. നീ ഒന്നും കൊടുക്കണ്ട, ഇതിന് കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, നീ ഇതിനെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രക്ഷ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഈ നീതീകരണം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഇതിനെ എത്ര പവിത്രതയോടെ നമ്മൾ സൂക്ഷിക്കണം, എത്ര കെയർഫുള്ളായിട്ട് ഇതിനെ നമ്മളെ കൊണ്ടുപോയി നടക്കണം. ഒരുപക്ഷെ നമ്മുടെ അടുത്ത് വന്ന് ഈ തന്ന വ്യക്തി ഇതിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ഒരു ദിവസം വന്ന് നമ്മളോട് ചോദിക്കുക, ഞാൻ നിന്നെ നീതീകരിച്ചതല്ലേ, എന്ത് ചെയ്യാത്? ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചതല്ലേ, എന്ത് ചെയ്യാത്? ഞാൻ നിനക്ക് സൗജന്യമായി തന്ന രക്ഷ അതെന്ത് ചെയ്യും എന്ന് കർത്താവ് നമ്മളോട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കർത്താവിനെ കാണിക്കാനുണ്ടോ? നമ്മുടെ കയ്യിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കണം. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അതിനെ നമ്മൾ അത്ര ഭദ്രമായി നമ്മൾ സൂക്ഷിക്കുന്നവരായി മാറണം. അതിന് ഒത്തിരി ഭാഗങ്ങൾ ഇനിയും സൗജന്യമായി ലഭിച്ചതാണെന്ന് പറയാൻ അപ്പോസ്തല പ്രവൃത്തി 20:25 വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. 20-ാം അധ്യായം 25-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ അതല്ല ഓക്കെ
ഈ ഇംഗ്ലീഷ് ബൈബിളും മലയാളം ബൈബിളും തമ്മിലുള്ള ഒരു കുറച്ച് പ്രോബ്ലമാണ്. അതിൻ്റെ റെഫറൻസ് ഇതിൻ്റെ കൂടെ വരത്തില്ല. രണ്ടും വാക്യങ്ങൾ വേറെ വേറെ സ്ഥലത്തായിരിക്കും കിടക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഇല്ല, 53-ന്റെ 11. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതിൽ വേറൊരു വാക്യമുണ്ട്. അതിൻ്റെ ഫലം അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട്, ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവ് താൻ യാഗം കഴിച്ചതുകൊണ്ട്, താൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നുകൊണ്ട് അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. കർത്താവിൻ്റെ പ്രയത്നഫലം ആരാണ്? കർത്താവിൻ്റെ പ്രയത്നഫലം ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് അതിന് പ്രതിഫലമായിട്ട് നേടിയതാണ് നമ്മളെ. കർത്താവ് മരിച്ച് ആ വില കൊടുത്ത് നമ്മളെ നേടിയെടുത്തതാണ്. അതാണ് അവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. തൃപ്തനാകുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രിക്കാലം നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. കർത്താവ് നമ്മളെ നോക്കുമ്പോൾ ഞാൻ വില കൊടുത്തത് നല്ലതിനായി. ആ വില കൊടുത്ത കുഞ്ഞ് നന്നായി എൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നുണ്ടെന്ന് ദൈവം നമ്മളെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്ലേ? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനീതി വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവിശ്വസ്തത വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് കർത്താവിനോടൊന്ന് നിരപ്പ് പ്രാപിച്ച് ഒരിക്കൽ കൂടെ കർത്താവിൽ നിന്ന് നീതീകരണം പ്രാപിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം, 3-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നു. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഓക്കെ, നമ്മുടെ കർത്താവിൻ്റെ ആ ഒരു സ്ഥിതി നമ്മൾ ഓർത്ത് നോക്കണം കേട്ടോ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശു കർത്താവിനെ ദൈവം പരസ്യമായി ഇങ്ങനെ നിർത്തിയിരിക്കുക. ആരൊക്കെ യേശു കർത്താവിനെ നോക്കി വിശ്വസിക്കുന്നോ അവരെല്ലാം എന്ത് ചെയ്യുക? നീതീകരിക്കപ്പെടുക. നമ്മളെ കർത്താവ് നിൽക്കുന്ന ആ സ്ഥിതി ഒന്ന് നമ്മൾ ഓർത്ത് നോക്കണം. കർത്താവിനെ ഇങ്ങനെ ദൈവം പരസ്യമായിട്ട് ഇങ്ങനെ നിർത്തി എല്ലാവരുടെയും മുമ്പിൽ. ഇത് നമുക്ക് ഒരു കാര്യം പഴയ നിയമത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏതാണ്? സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. കണ്ടോ, ഒരു സർപ്പം, പിച്ചള സർപ്പം ഉണ്ടാക്കി ഒരു കൊടിമരത്തിൽ ഇങ്ങനെ നിർത്തിയിരിക്കുക. പരസ്യമായിട്ട് ഒരു കൊടിമരത്തിൽ ഇങ്ങനെ ഒരു പിച്ചള സർപ്പത്തെ നിർത്തിയിരിക്കുക. ആരെങ്കിലും സർപ്പം കടിയേറ്റിട്ട് ഈ കൊടിമരത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവനെന്തായിത്തീരും? സൗഖ്യമുള്ളവനായിത്തീരും. നമ്മുടെ കർത്താവ് അതേപോലെ ഇങ്ങനെ പരസ്യമായി ഇങ്ങനെ നിർത്തപ്പെട്ടിരിക്കുക. പരസ്യമായി പാപിയായ ഒരു വ്യക്തി കർത്താവിനെ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേനുണ്ടല്ലോ അവൻ നീതീകരിക്കപ്പെടുക. അവനുള്ള വിഷം, പാപത്തിൻ്റെ വിഷം അവനിൽ നിന്ന് എന്ത് ചെയ്യുക? ഊർന്നു പോവുക. അവൻ വിശുദ്ധീകരിക്കപ്പെടുക, അവൻ നീതീകരിക്കപ്പെടുക. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നമുക്ക് കർത്താവിന് വേണ്ടി എത്ര ചെയ്യാൻ പറ്റുന്നു? നമ്മളൊക്കെ കുറച്ച് കർത്താവിന് വേണ്ടി ഓടുമ്പോൾ മടുത്തു പോകുന്നവരല്ലേ? കുറച്ച് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകല്ലേ, മടുത്തു പോകല്ലേ? ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഇനി എനിക്ക് വിശ്രമം വേണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കർത്താവ് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അവനെ നോക്കുന്നവരെല്ലാം നീതീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം പരസ്യമാക്കി തീർത്തിരിക്കുക. നമ്മൾ എത്ര കർത്താവിനെ സ്നേഹിച്ചാൽ പറ്റുമല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര കർത്താവിനെ സ്നേഹിച്ചാൽ പറ്റും? എത്ര സ്നേഹിച്ചാൽ പറ്റും? നമ്മൾ സ്നേഹിച്ചത് എത്ര ഉണ്ട്? കർത്താവിനെ സ്നേഹിച്ചത് എത്ര ഉണ്ട്? പരസ്യമായി ഒരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ, ദൈവം തൻ്റെ പുത്രനെ പരസ്യമായി ഇങ്ങനെ നിർത്തിയിരിക്കുക. എന്തിന്? അവനിൽ നോക്കുന്നവർ നശിച്ചു പോകാതിരിക്കേണ്ടതിന്. പാപത്തിൻ്റെ വിഷം ആരിലെങ്കിലും കയറി അവർ മരിക്കുവാൻ പോകുന്നുവെങ്കിൽ ആ വ്യക്തി ആ കർത്താവിങ്കിലേക്കൊന്ന് നോക്കിയാൽ മതി, ഓ നീതീകരിക്കപ്പെടില്ല. അവൻ്റെ പാപങ്ങളെല്ലാം കഴുകിപ്പോവുക, അവൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുക. എന്താ പറയുന്നത്? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു.
ഇത് തന്നെ യോഹന്നാൻ സുവിശേഷം 3:14 ഇതേ കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:14. ഉയർത്തേണം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്. യേശു കർത്താവ് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രശംസിക്കുന്ന യഹൂദന്, പ്രശംസിക്കുന്ന ദൈവമക്കൾക്ക് പ്രശംസിപ്പാൻ ഒരു വകയുമില്ല. നമ്മൾ പ്രവൃത്തികളാലല്ല നീതീകരിക്കപ്പെട്ടത്. ഒരു വ്യക്തി സർപ്പം ഉയർത്തപ്പെട്ടതുപോലെ ഇങ്ങനെ ഉയർത്തി ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും നീതീകരിക്കപ്പെട്ടതെന്ന്. ഇത് എത്ര ആഴത്തിൽ പോയാലും പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മളെ തന്നെ എത്ര താഴ്ത്തിയാലും പറ്റത്തില്ല. നമുക്ക് ദൈവസന്നിധി നമ്മളെ എത്ര ഉടച്ചാലും പറ്റത്തില്ല. നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്വയനീതീകരണം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, പൗലോസ് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതീകരണമല്ല. പൗലോസ് പറയുന്നൊരു കാര്യമാണ്. പൗലോസ് ഒരിക്കൽ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. ഞാൻ എബ്രായനാണ്, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, ന്യായപ്രമാണ പ്രകാരം അനിന്യൻ എന്ന് പറഞ്ഞ് ഒരിക്കൽ തന്നെത്താൻ പുകഴ്ത്തിയ പൗലോസ് പിന്നെ പറയുന്നത് ന്യായപ്രമാണത്താലുള്ള സ്വന്തം നീതി അല്ല, വിശ്വാസത്താലുള്ള നീതി പ്രാപിക്കേണ്ടതിന് തന്നെ ഞാൻ ഓടുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സ്റ്റെപ്പിൽ നമ്മൾ നമ്മളെ തന്നെ നീതീകരിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ അതിനൊന്ന് താഴ്ത്തി വയ്ക്കാം. താഴ്ത്തി വെച്ചിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് എന്നെ നീതീകരിക്കാൻ ഞാൻ ട്രൈ ചെയ്തു, ഞാൻ പ്രയത്നിച്ചു, പക്ഷേ എൻ്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് നീതീകരിക്കപ്പെടാൻ പറ്റത്തേയില്ല. ഞാൻ അങ്ങയിലേക്ക് നോക്കുന്നു. പിതാവായ ദൈവം ഇങ്ങനെ ഉയർത്തി പരസ്യമാക്കി വെച്ചിരിക്കുന്ന കർത്താവിലേക്ക് ഞാൻ നോക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് അങ്ങയാലുള്ള നീതീകരണം വേണം. വിശ്വാസം മുഖാന്തരം യേശുക്രിസ്തു മൂലം വരുന്ന നീതീകരണം എനിക്ക് വേണം കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് ഇന്ന് രാത്രിക്കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായി ഇവിടുന്ന് കടന്നു പോകും. വേറൊന്നും വേണ്ട. വിശ്വാസത്തിൻ്റെ ഒരു വാക്ക്, ദൈവസന്നിധിയെ താഴ്ത്തുന്ന ഒരനുഭവം. കർത്താവ്, ഞാൻ എന്നെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഇതുവരെയുള്ളതിനെ കർത്താവ് സമ്പൂർണ്ണമായി മാറ്റി നമ്മളെ പൂർണ്ണമായി നീതീകരിക്കും. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യും. വിശ്വാസത്താലുള്ള നീതികൾ അവനെ ദൈവം എന്ത് ചെയ്തു? പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആമേൻ. ദൈവം തന്നെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ഒന്ന് വായിച്ചു നോക്കിയേ. യേശു കർത്താവിനെ എന്തിനാ ദൈവം ഒരു പരസ്യമായി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? അതിൻ്റെ കാരണമാണ് പറയുന്നത്. എന്താണ്? താൻ നീതിമാൻ. എന്താണ് ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ. നമ്മൾ യേശുവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം എന്ത് ചെയ്യുക? മാഞ്ഞു പോവുക. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന വചനം പറയുന്നത്. പക്ഷേ ആ മരണം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോവുകയാണ്. എങ്ങനെ? ഒറ്റ വിശ്വാസം കൊണ്ട്. കർത്താവെ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിലേക്ക്, ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം ദൈവം മാറ്റിക്കളയുക. അതിനെല്ലാം പ്രായശ്ചിത്തമായിട്ട് കർത്താവിൻ്റെ യാഗം അവിടെ അതിനെല്ലാം തീർത്ത് കളഞ്ഞു. എത്ര പവിത്രമായ ഒരു അനുഭവമാണെന്ന് ഓർക്കണം. രക്ഷിക്കപ്പെടുന്നത് എത്ര പവിത്രമായ ഒരു അനുഭവമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ രക്ഷയെ നമ്മൾ എത്ര നിന്ദ്യമായിട്ടാണ് കാണുന്നത്, അല്ലേ? ഈ രക്ഷയെ നമ്മൾ എത്ര ലഘുവായിട്ടാണ് കാണുന്നത് പലപ്പോഴും. പക്ഷെ അതെത്ര പവിത്രമായുള്ള കാര്യമാണ്. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? യേശുവിനെ പരസ്യമാക്കി നിർത്തിയത്. ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാം. അവനിൽ വിശ്വസിക്കുന്നവർ രക്ഷ നേടേണ്ടത്. അവനെ ലോകത്തിൽ തരുവാൻ വേണ്ടി ദൈവം ലോകത്തെ സ്നേഹിച്ചു. കർത്താവിൻ്റെ സ്നേഹമല്ലേ? എത്രയെ സ്നേഹിച്ച്? അവനിൽ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിനെ തരുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. കാരണം സ്വന്തം പുത്രനെ തരുവാൻ പരസ്യമായി ഇങ്ങനെ നിർത്തി എല്ലാവരും അവങ്കിലേക്ക് നോക്കിയിരുന്നു. ആ പാളയത്തിൽ എങ്ങനെ പിച്ചള സർപ്പത്തെ നോക്കിയവർ വിഷം മാറിയവർ സൗഖ്യമായോ, അതേപോലെ യേശുവിലേക്ക് നോക്കുന്നവരെല്ലാം പാപം മാറി സൗഖ്യമാകുമെന്ന്
കർത്താവിനെ പരസ്യമായി നിർത്തി. എന്തുകൊണ്ട്? ദൈവം നീതിമാനാണെന്ന് കാണിക്കാൻ വേണ്ടി. ന്യായപ്രമാണത്താൽ യഹൂദന്മാർക്ക് കഴിയാതെ പോയതിനെ യേശുവിനെ അയച്ച് അവനിലുള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുമാറാക്കി. നമുക്ക് നീതീകരണം വരത്തക്കവണ്ണം ദൈവം യേശു കർത്താവിനെ നമുക്ക് തന്ന് താൻ നീതിമാനാണെന്ന് വെളിപ്പെടുത്തി. ഇനിയിപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവരെല്ലാം നീതീകരിക്കപ്പെടും, അല്ലേ? വിശ്വസിക്കുന്നവരെല്ലാം നീതീകരിക്കപ്പെടും. ഇനി ആർക്കും ഒരു പ്രതിവാദവുമില്ല. ഹല്ലേലൂയ. ഇനിയും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ അവരവർ തന്നെയാണ്. ദൈവം നീതിമാൻ. അവനൊരിക്കലും അവിശ്വസ്തത കാണിക്കുകയില്ല. ദാവീദിൻ്റെ ഗ്രഹത്തിൽ വാളെങ്ങനെയാണ് വന്നത്? ദാവീദ് ചെയ്തൊരു പാപം മുഖാന്തരമാണ്. ഊരിയാവിനെ കൊന്നവൻ്റെ ഭാര്യയെ തനിക്ക് ഭാര്യയായി എടുത്തപ്പോൾ അവൻ്റെ ഗൃഹത്തിൽ നിന്ന് വാള് വിട്ടുമാറുകയില്ല എന്ന് ദൈവത്തിൻ്റെ ഒരു ശാപവചനം അവൻ്റെ ഗൃഹത്തിലേക്ക് കടന്നു. അതുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ചിട്ട് ഈ ദിവസങ്ങളിൽ യാതൊരു ശാപവും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാനത് കൺക്ലൂഡ് ചെയ്യാല പക്ഷേ ആ ഭാഗത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് പറഞ്ഞു. അതിൻ്റെ 27-ാമത്തെ വാക്യം, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസ മാർഗത്താലോ. ആരോട് പറഞ്ഞത്? യഹൂദനോട്. പ്രശംസിപ്പാൻ ഒരു വകയും ഇല്ല. പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലല്ല. ഞാൻ ചെയ്ത പ്രവൃത്തി മുഖാന്തരമല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്. പ്രവൃത്തിയുടെ മാർഗത്താലല്ല ആരും നീതീകരിക്കപ്പെട്ടത്. പിന്നെ ഏത് മാർഗത്താലാ? വിശ്വാസ മാർഗത്താൽ, അല്ലേ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസ മാർഗത്താലത്രേ. ഈ ദിവസങ്ങളിൽ പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ നമുക്ക് പ്രീതിപ്പെടുത്താം, നമുക്ക് നീതീകരിക്കപ്പെടാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ടു. പ്രവൃത്തികൾക്ക് മീതെ ഒരു വിശ്വാസം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം, കർത്താവിൽ തന്നെ ഊന്നുന്ന ഒരു അനുഭവം, കർത്താവിൽ നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു അനുഭവം, അത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളെ കർത്താവ് നീതീകരിക്കും. അതുകൊണ്ട് പ്രശംസ പോയി, പ്രശംസ നീങ്ങിപ്പോയി, പ്രശംസയില്ല, അത് പോയി. കർമ്മമാർഗത്താലല്ല, വിശ്വാസമാർഗത്താലത്തെ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. ഇപ്പോൾ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയല്ല, പ്രവൃത്തി മൂലമല്ല. പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്? വിശ്വാസം മുഖാന്തരം മനുഷ്യരെല്ലാവരും നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രം. ഇതെല്ലാം പറഞ്ഞിട്ട് യഹൂദൻ്റെ ഒരു വലിയൊരു അഹങ്കാരമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രം അല്ല. യഹൂദന്മാരുടെ ദൈവം മാത്രമോ? അല്ല. പിന്നെ അവൻ ജാതികളുടെയും ദൈവമല്ലയോ? അതേ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. നോക്കിയേ, പരിച്ഛേദനക്കാരെ നീതീകരിക്കുന്ന എന്ത് മുഖാന്തരമാണ്? വിശ്വാസം മുഖാന്തരമാണ്. അഗ്രചർമ്മികളെ നീതീകരിക്കുന്ന ഏത് മുഖാന്തരമാണ്? വിശ്വാസം മുഖാന്തരമാണ്. പരിച്ഛേദനക്കാരായാലും അഗ്രചർമ്മിയായാലും നീതീകരിക്കപ്പെടുന്ന പ്രവൃത്തി മുഖാന്തരമല്ല, വിശ്വാസം മുഖാന്തരം മാത്രമാണ് എന്നാണ് അവിടെ സ്ഥാപിച്ചു വരുന്നത്. അവൻ ജാതികളുടെ ദൈവമാണ്. അവൻ വിശ്വാസം മുഖാന്തരം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കത്രേ ചെയ്യുന്നു. ഇത്രയെല്ലാം സംസാരിച്ചപ്പോൾ ന്യായപ്രമാണം അന്നേരം എന്തുകൊണ്ടാണ്? ഒരു ചോദ്യം, യഹൂദനൊരു ചോദ്യം വരും, നമ്മളന്നേരം വിശ്വാസം കൊണ്ട് ന്യായപ്രമാണത്തെ ദുർബലമാണാക്കുന്നത്? അല്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നതിന് മുമ്പേ ന്യായപ്രമാണത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ന്യായപ്രമാണം എവിടെയും പോയില്ല. ദൈവം ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? തൻ്റെ വാക്കുകൊണ്ട് ഉറപ്പിച്ചു. ആ ന്യായപ്രമാണത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ക്രിസ്തു മുഖാന്തരമുള്ള നീതീകരണം, ക്രിസ്തുവിലെ വിശ്വാസം മുഖാന്തരമുള്ള നീതീകരണം. ന്യായപ്രമാണം പോയില്ല. പക്ഷെ നീതീകരിക്കപ്പെടുന്നത് മാത്രം പ്രവൃത്തിയാലല്ല, നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തുവാൻ വളരെ സഹായമായി തീരട്ടെ. ദിവസങ്ങളിൽ നമ്മളൊരിക്കലും ഒരു രീതിയിലും നമ്മൾ എന്തൊക്കെയോ ആയിത്തീർന്നു എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാതെ, കർത്താവെ എനിക്ക് എന്തെങ്കിലും ആയിത്തീരണം കർത്താവെ, അതിനുവേണ്ടി നീ എന്നെ സഹായിക്കണം. ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു വാക്യമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണെന്ന് തോന്നുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. പൗലോസ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 3-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെണ്ണിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം
ഞാൻ എപ്പോഴും എല്ലാം ഛേദമെണ്ണെന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നാണ്. കണ്ടോ, തനിക്ക് ലാഭമായിരുന്നത്, ഈ ന്യായപ്രമാണ പ്രകാരം തനിക്ക് ലാഭമായിരുന്നതിനെ എല്ലാം ചവറെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അത് മുഖാന്തരം ഞാൻ നീതീകരിക്കപ്പെടത്തില്ല. പിന്നെ എങ്ങനെ? ക്രിസ്തുയേശുവിലെ വിശ്വാസം മുഖാന്തരം മാത്രമേ നീതീകരിക്കപ്പെടത്തുള്ളൂ എന്ന് പൗലോസ് പറഞ്ഞ് അതിനെയെല്ലാം ഞാൻ ചവറെന്നെണ്ണുന്നു. എന്തുകൊണ്ട്? വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് നമ്മളെല്ലാവരും ഓടുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ആ പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാഭമായതിനെല്ലാം എന്തായിട്ടെണ്ണാം? ഛേദമായിട്ടെണ്ണാം, ചവറായിട്ടെണ്ണാം. അതിനെല്ലാം പുറത്ത് കളഞ്ഞു നമുക്ക് വിശ്വാസം മുഖാന്തരമുള്ള നീതീകരണം പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെടുവാൻ ദൈവം എല്ലാവരെയും നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്യത്തിൽ നിന്ന്